പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യും. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 40 വർഷം അടിയനർപ്പിച്ച കൃപാന്റെ ബലത്തിൽ ഇന്ന് അങ്ങയുടെ മക്കളെ പ്രാർത്ഥന കൂടുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, മനസ്സ് വേദനിക്കുന്ന എല്ലാ വിഷയങ്ങളും, അവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന എല്ലാ വ്യക്തികളും ഇപ്പോഴും ഈശോയുടെ നാമം നിർവീര്യമാകട്ടെ. കർത്താവെ, മനസ്സ് വിഷമിപ്പിക്കുന്ന സാഹചര്യങ്ങൾ, ചെയ്തെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ, മറ്റുള്ളവർ നമ്മളെ പഴി പറയാൻ സാധ്യതയുള്ള എല്ലാ വിഷയത്തിൻ്റെ മേലും കർത്താവിൻ്റെ കരുണ ചൊരിയുകയും നിങ്ങളെ കർത്താവ് ഇന്ന് നിലനിർത്തി തരികയും ചെയ്യട്ടെ. നിങ്ങൾ പോകുന്ന വഴികൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, ചെയ്യുന്ന കാര്യങ്ങൾ, യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ, ഒപ്പിടുന്ന പേപ്പറുകൾ, കൈമാറുന്ന രേഖകൾ, കഴിക്കുന്ന മരുന്ന് എല്ലാം
മാതാവിൻ്റെ മധ്യസ്ഥതയിലെ യേശുനാമത്തെ അനുഗ്രഹിക്കപ്പെടുകയും നീ ദൈവത്തെ അനുഭവിക്കാൻ ഇന്ന് നിന്നെ സഹായിക്കുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാശ്രേഷ്ഠ നീക്കുവാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ചില സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ വരും. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടവും നമ്മുടെ താല്പര്യവും ഈ ചിലപ്പോൾ വാളും പരിചയം പോലെ പരസ്പരം വിരുദ്ധമായിരിക്കും. വാൾ വെട്ടാനും പരിചയം തടയാനുമാണല്ലേ. അത് ഒരുപോലെ തന്നെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള വിരുദ്ധമായ ആശയങ്ങൾ, ദൈവത്തിൻ്റെ മനസ്സൊന്ന്, നമ്മൾ നേരെ എതിരാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ എന്തു ചെയ്യും നമ്മൾ? അത് ഞാൻ എന്താ പറയാൻ കാര്യം അറിയാം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഈ താബോർ മല കണ്ടില്ലേ? താബോർ മല കണ്ടപ്പോൾ താബോർ മല എന്താ സംഭവിക്കണത് നമ്മൾ കണ്ടതാ. എന്നാൽ ഞാൻ ജസ്റ്റ് ഓർപ്പിക്കുക. കർത്താവ് താബോർ മലയിൽ വന്നപ്പോൾ യാക്കോബ് യോഹന്നാൻ 10 ദിവസത്തിനെ കൂട്ടിക്കൊണ്ട് മോളിൽ പോയി. കർത്താവ് പ്രാർത്ഥിക്കുമ്പോൾ അവൻ രൂപാന്തരപ്പെട്ടു. ദൈവിക രൂപം, യഥാർത്ഥ ദൈവിക രൂപം അപ്പോസ്തലന്മാർ കണ്ടു. അപ്പോസ്തലന്മാർ പറഞ്ഞെന്താണ്? അവർ പരിഭ്രമിച്ചു പോയി, വിസ്മയിച്ചു പോയി പറഞ്ഞു, ഞങ്ങൾ 17:4 പത്രോസ് യേശുവിനോട് പറഞ്ഞു, കർത്താവേ നാം ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ്. നിനക്ക് സമ്മതമാണെങ്കിൽ ഞങ്ങളിവിടെ 3 കൂടാരങ്ങൾ ഉണ്ടാക്കാം. ഒന്ന് നിനക്ക്, ഒന്ന് മോശയ്ക്ക്, ഒന്ന് ഏലിയാവിന്. എന്ത് പറയാനാണിത്? കാര്യം എന്താ പ്രശ്നം? ഇതൊന്നും കേൾക്കാനുള്ള മാനസികാവസ്ഥയിലല്ല. സ്വന്തം കൂടാരം തന്നെ, ഭൂമിയിലെ കൂടാരം പൊളിക്കാനാണ് മുകളിൽ നിന്ന് ഓർഡർ വന്നിരിക്കുന്നത്. അത് ഇവർക്ക് അറിയത്തില്ലല്ലേ. കർത്താവിൻ്റെ ഭൂമിയിലെ കൂടാരം പൊളിച്ച് നീക്കപ്പെടാൻ പോവുകയാണ്. അതിൻ്റെ ഓർഡറാണ് മുകളിൽ നിന്ന് വന്നിരിക്കുന്നത്. മോശെ ഏലിയായി അവനോട് പറഞ്ഞു, കൂടാരം പൊളിക്കാൻ സമയമായി കേട്ടാന്ന് പറഞ്ഞു. അതറിയണമെങ്കിലേ നിങ്ങൾ ആ 9:30 വായിക്കണം. ഈ താബോറിന്റെ സംഭവത്തെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ലൂക്കാത് കാര്യം പറയുന്നുണ്ട്. 9:30-31 വായിച്ചു ലൂക്കായുടെ സുവിശേഷം. അപ്പോൾ രണ്ടുപേർ മോശയും ഏലിയായും അവനോട് സംസാരിച്ചു കൊണ്ടിരുന്നു. അവർ മഹത്വത്തോടെ കാണപ്പെട്ടു. എന്താണ് സംസാരിച്ചത് നോക്കിയേ? അവർ മഹത്വത്തോടെ കാണിക്കപ്പെട്ടു. അടുത്ത് തന്നെ ജെറുസലേമിൽ പൂർത്തിയാകേണ്ട അവന്റെ കടന്നുപോകലിനെ കുറിച്ചാണ്, അവന്റെ മരണത്തെ കുറിച്ചാണ് സംസാരിച്ചത്. അപ്പൊ മനസ്സിലായില്ലേ? അവന്റെ കൂടാരം ഭൂമിയിൽ നിന്ന് പൊളിച്ചു മാറ്റപ്പെടുന്നതിനെ കുറിച്ചാണ് സംസാരിച്ചത്. അവന്റെ മരണത്തെക്കുറിച്ച് സംസാരിക്കുന്നതിന് ബൈബിൾ ഉപയോഗിക്കുന്ന വാക്കാണ് കൂടാരം എന്ന്. കാര്യം അവരുടെ ജീവിതമായിരുന്നല്ല. അതിന്റെ പശ്ചാത്തലത്തിൽ ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ അവന്റെ കൂടാരം പൊളിക്കുന്നു എന്നുള്ള അതാണ് അറിയണമെങ്കിലേ ഈ ഐസയ്യാ 38:12 വായിച്ച്. ആട്ടിടയന്റെ കൂടാരം പോലെ എന്റെ ഭവനം എന്നിൽ നിന്ന് പറിച്ചു മാറ്റിയിരിക്കുന്നു. ഈശോയുടെ ഭവനം, ഈശോയുടെ ഭൂമിയിലെ ജീവിതം പറിച്ചു മാറ്റുന്നു. നെയ്ത്തുകാരനെ പോലെ എന്റെ ജീവിതം ഞാൻ ചുരുട്ടിയിരിക്കുന്നു. എല്ലാം അവസാനിപ്പിക്കുന്നു. നെയ്ത്ത് അവസാനിപ്പിച്ച് ചുരുട്ടുകയാണ്. തറയിൽ നിന്ന് അവിടെ തന്നെ മുറിച്ചു നീക്കി. പകലും രാത്രിയും മുറിച്ചു നീക്കി. എന്നുവെച്ചാൽ വിഷയം എന്ന് വെച്ചാല് ആ ഒരു മാനസികാവസ്ഥയിലാണ് ഈശോ ഇറങ്ങി വരണത്. ഈശോ താബോറിലുള്ളത്. ഈശോയുടെ കൂടാതെ തന്നെ ഈശോയ്ക്ക് പിതാവിൻ്റെ പക്കലേക്ക് പോകാൻ സമയമായി. കർത്താവിൻ്റെ ഭൂമിയിലെ കൂടാരം പൊളിച്ചു മാറ്റപ്പെടുകയും പാവ് വിച്ഛേദിക്കപ്പെടുകയും ചെയ്യുന്നു. ആ സമയത്താണ് ഇവിടെ കുറേ അണ്ണന്മാർ പറയണത്, ഞങ്ങൾ 3 കൂടാരം ഇവിടെ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ മനുഷ്യൻ്റെ ആഗ്രഹവും ദൈവിക നിയോഗവും തമ്മിൽ ശരിക്കും അങ്ങ് കയറി കടിക്കുന്നുണ്ട്. നടക്കത്തില്ല, വിരുദ്ധമായിപ്പോയി. അങ്ങനെ വിരുദ്ധമായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മുടെ ദൈവത്തിൻ്റെ ഇഷ്ടം ഒന്ന്, നമ്മളുടെ ഇഷ്ടം വേറെ ഒന്ന്. അങ്ങനെ എപ്പോഴും സംഭവിക്കും. ഞാൻ ഇന്നലെ ഒരു മരിപ്പിന് പോയി. 41 വയസ്സേ ഉള്ളു. പണ്ട് അവൻ്റെ കുഞ്ഞുനാളിലൊക്കെ എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വന്നായിരുന്നു. പെട്ടെന്ന് അറ്റാക്ക് വന്ന് മരിച്ചു. അവൻ്റെ അപ്പനാണെങ്കിൽ അവിടെ നിന്നിട്ട് അവൻ്റെ അപ്പനാണ് ഭയങ്കര സങ്കടം. അദ്ദേഹം ഇങ്ങനെ ദുഃഖം കടിച്ച്
അമർത്താൻ പറ്റാതെ ഇങ്ങനെ ആംഗ്യമൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്, ചൂണ്ടിക്കാണിക്കണം. എന്ത് പറ്റി, തന്നെത്താൻ തന്നെ ചോദിക്കണേ. വല്ലാത്തൊരു സീനായിപ്പോയി. ഞാൻ പിന്നെ അദ്ദേഹത്തെ പോയി സാന്ത്വനപ്പെടുത്തി. എന്നാലും അദ്ദേഹത്തിന് വയസ്സുണ്ട്. ഈ 40 വയസ്സിലെ മകൻ്റെ മരണം എങ്ങനെ സഹിക്കാം? അപ്പം ദൈവഹിതം ഒന്ന് വരുമ്പോൾ നമ്മുടെ ഇഷ്ടം വേറെ ആയിട്ട് തമ്മിലും ഒക്കെ പൊരുത്തപ്പെടുത്തില്ല. അപ്പം അങ്ങനെ പൊരുത്തപ്പെടാതെ ജീവിതത്തിൽ വരും. അങ്ങനെ പൊരുത്തപ്പെടാതെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അത് ഈശോയ്ക്ക് സംഭവിച്ചത് തന്നെയാണ്. പിതാവിൻ്റെ ഇഷ്ടം ഒന്ന്, ഈശോയുടെ ഇഷ്ടം ഒന്ന്. സാധ്യമെങ്കിൽ പാനപാത്രം എന്നെ കടന്നു പോട്ടെന്ന് ഈശോ പ്രാർത്ഥിക്കണില്ല. ജീവിതത്തിൽ മൊത്തം ഇതുണ്ട്, ഈ പാരഡോക്സ് ഉണ്ട്. ദൈവകൽപ്പന ഒന്ന്, ദൈവത്തിൻ്റെ ഇഷ്ടം ഒന്ന്, നമ്മുടെ ഇഷ്ടം നേരെ മറ്റൊന്ന്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? അവൻ എന്ത് ചെയ്യും എന്നുള്ളതിനെക്കുറിച്ച് ഉടനെ നിത്യപിതാവിൻ്റെ സ്വരമുണ്ട്. എന്താണ് ഈ അപ്പം പറയണത്? 17:5 അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശോഭയേറിയ മേഘം വന്ന് അവരെ ആവരണം ചെയ്തു. മേഘത്തിൽ നിന്ന് ഇങ്ങനെയൊരു സ്വരമുണ്ടായി, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവന്റെ വാക്ക് ശ്രവിക്കുവിൻ. അതാണ് വിഷയം. ഇങ്ങനെ അസന്നിഗ്ധമായ കഷ്ടം, ദൈവഹിതം ഒന്ന്, മനുഷ്യന്റെ ആഗ്രഹം വേറെ ഒന്ന്, തമ്മിൽ കൂട്ടുമുട്ടുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള തിരഞ്ഞെടുപ്പ് എന്താണ്? കർത്താവിൻ്റെ വചനം എന്താണ് അതിനെക്കുറിച്ച് പറയണത്? അതിനനുസരിക്കണം. അതാണ് ഒരു വിശ്വാസ തിരഞ്ഞെടുപ്പ്. ഇവനെ ശ്രവിക്കുവിൻ. ഈ വാക്ക് നേരത്തെ നമ്മൾ കേട്ടതല്ലേ? എവിടെ കേട്ട്? കർത്താവിനെ ജ്ഞാനസ്നാനപ്പെടുത്തുമ്പോൾ പിതാവ് വന്ന് സംസാരിച്ച് ഇതേ വാക്ക് സംസാരിച്ചു. ദിസ് ഈസ് മൈ ബിലവഡ് സൺ ഇൻ ഹൂം ഐ ആം വെൽ പ്ലീസ്ഡ് എന്നല്ലേ പറഞ്ഞത്. പക്ഷെ ഇപ്പം എന്താ പറയണത്? ഇപ്പം പ്ലീസിങ് ഒന്നും അല്ല പറയണത്. ഇപ്പം എന്താ പറയണത്? ഞാൻ പ്രസാദിച്ചെന്നല്ല പറയണത്, നിങ്ങൾ അവനെ ശ്രമിക്കണമെന്ന്. ഈ അസന്നിഗ്ധമായ ഘട്ടത്തിൽ എൻ്റെ ഇഷ്ടത്തിനെതിരെ നിങ്ങളുടെ ഇഷ്ടം വരുമ്പോൾ നിങ്ങൾക്ക് മുമ്പിലുള്ള തിരഞ്ഞെടുപ്പ് എന്താണ്? ഈശോയെ ശ്രമിക്കണതാണ്. ഈശോ പറഞ്ഞ ആ മേഖലയിൽ ഈശോയുടെ വചനം എന്താണ്? അപ്പം നമ്മൾ സിമ്പിളല്ലേ? വിശ്വാസിയുടെ വെളിച്ചമാണ് വചനം എന്ന് പറഞ്ഞതിൻ്റെ കാരണം അതാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു വിരുദ്ധമായ ദൈവിക ഇഷ്ടം വന്നാൽ, നമ്മുടെ ഇഷ്ടത്തിനെതിരെ ഒരു ദൈവ ഇഷ്ടമായിട്ട് വേറെ ഒരു നിയോഗം വന്നാൽ പിന്നെ നമ്മുടെ മുമ്പിലുള്ള തിരഞ്ഞെടുപ്പ് എന്താ? നമ്മുടെ ഇഷ്ടമല്ല, കർത്താവിൻ്റെ വചനമാണ് പാലിക്കേണ്ടത്. അങ്ങനെ പാലിക്കാൻ നിങ്ങൾക്ക് ദൈവം അനുഗ്രഹം തരട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ തിരുനടയിൽ അമ്മയുടെ പ്രത്യക്ഷണത്തിന് സാക്ഷിയായി എന്നെ ഉയർത്തിയതിന് ദൈവപിതാവിനും ഈശോയ്ക്കും മാതാവിനും ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പേര് മരിയ. ഞാൻ ഇടുക്കിയിൽ നിന്നാണ് വരുന്നത്. ഞാൻ കൃപാസനത്തെക്കുറിച്ച് കേൾക്കുന്നത് എൻ്റെ അമ്മയിൽ നിന്നാണ്. അമ്മ ഇങ്ങനെ യൂട്യൂബിൽ അച്ഛൻ്റെ ധ്യാനങ്ങളും അതുപോലെ തന്നെ സാക്ഷ്യങ്ങളും കേൾക്കുമായിരുന്നു. അപ്പോൾ അമ്മ ഇതെല്ലാം കേട്ടിട്ട് എന്നോടിങ്ങനെ ഓരോന്നൊക്കെ പറയുന്നു. അപ്പോൾ ഞാനും അമ്മയും നല്ല കൂട്ടാണ്. ഞാനും അമ്മയും അപ്പയും എന്ന് പറയുന്നത് നല്ല ബെസ്റ്റ് ഫ്രണ്ട്സാണ്. അപ്പോൾ എന്ത് കാര്യമുണ്ടെങ്കിലും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. അപ്പോൾ ആ നേരത്ത് ഞാൻ +2 കഴിഞ്ഞിട്ടിരിക്കുവാണ്. അപ്പോൾ ആ ഇടയിലാണ് അമ്മ ഇങ്ങനെയൊക്കെ കാണുന്നത്. അപ്പം എന്തോ ഒരു ദൈവനിയോഗം പോലെയാണ് ഈ സാക്ഷ്യങ്ങളും അതുപോലെ തന്നെ ഉടമ്പടി അച്ഛൻ്റെ ധ്യാനങ്ങളൊക്കെ അമ്മ കാണാനിടയായെന്ന് ഇപ്പം എനിക്ക് തോന്നുന്നു. കണ്ടിട്ട് അമ്മ എന്നോട് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഉടമ്പടിനെ കുറിച്ചൊക്കെ പറയും. അപ്പോൾ +2 കഴിഞ്ഞിട്ട് എനിക്ക് എന്തെടുക്കണമെന്ന് അറിയില്ലായിരുന്നു. എനിക്ക് നേഴ്സിംഗ് ഫീൽഡായിരുന്നു കൂടുതലിഷ്ടം. അപ്പോൾ ഇവിടെ പഠിക്കണോ, ആ നേരത്താണ് ഇങ്ങനെ ജർമ്മൻ്റെയും കൂടെ കേൾക്കുന്നത്. അപ്പം ഇവിടെ പഠിക്കണോ അതോ ജർമ്മനിയിൽ പോയി നേഴ്സിംഗ് പഠിക്കണോ എന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ എന്ത് കാര്യമുണ്ടെങ്കിലും ഞാൻ ഏറ്റവും കൂടുതൽ ഞാനെന്നല്ല ഞാനും എൻ്റെ അനിയന്മാരാണെങ്കിലും ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചതിന് ശേഷമായിരിക്കും ഞങ്ങൾ തീരുമാനം എടുക്കുക. അങ്ങനെ ഞാൻ കുറേ പ്രാർത്ഥിച്ചു, മാതാവേ എന്തെങ്കിലും ഒരു ഇത് വെളിപ്പെടുത്തി തരണേ, ആരെങ്കിലും എന്നോട് പറയണേ എന്താ എടുക്കേണ്ടതെന്ന്. അപ്പോൾ ഉടമ്പടി എടുത്തിട്ടില്ലെങ്കിൽ കൂടി പ്രദക്ഷിണത്തിൻ്റെ പ്രാർത്ഥന ഞാൻ അന്നോട്ടേ ചെല്ലുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ പള്ളിയിലിരുന്ന ഒരച്ഛനെ കാണാനായിട്ട് അപ്പ പോയി. അപ്പോൾ അച്ഛൻ ചോദിച്ചു, മോൾ എന്തിനു വേണ്ടിയിട്ടാണ് പോകുന്നത്, എന്തെടുക്കാനായിട്ട് തീരുമാനിക്കുന്നതെന്ന് ചോദിച്ചു. അവൾക്കിങ്ങനെ നേഴ്സിംഗ് പോകാനാണ്, അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും നോക്കാനാണെന്ന് ഓർത്തിരിക്കുവാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അച്ഛൻ എടുത്ത വയൽ പറഞ്ഞു, അവളോട് ഇവിടെ പഠിക്കേണ്ട, നേരെ ജർമ്മനിക്ക് പോയി അവിടെ നിന്ന് പഠിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പം വന്ന് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു, ഞങ്ങൾ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അച്ഛൻ തന്നെ പറയണമെന്നുണ്ടെങ്കിൽ അത് മാതാവ് എന്നോട് പറഞ്ഞതുപോലെയാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ ഞാൻ ജർമ്മൻ തിരഞ്ഞെടുത്തു. ഉടമ്പടി എടുത്തിട്ടില്ലെങ്കിൽ കൂടി ജർമ്മൻ്റെ ആ കോഴ്സിൻ്റെ ഇടയ്ക്കെല്ലാം
ബൈബിൾ വായനയും അതുപോലെ തന്നെ പ്രദക്ഷിണ പ്രാർത്ഥനയും കൊന്തയും എല്ലാം ചെല്ലുമായിരുന്നു. അങ്ങനെ കോഴ്സ് കംപ്ലീറ്റ് ആക്കി. ആദ്യത്തെ എക്സാം എഴുതാനായിട്ട് തയ്യാറെടുത്തു. പ്രാർത്ഥനയാണ് ഏറ്റവും മുന്നിലായിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ടായിരുന്നു ഞങ്ങൾക്ക് എന്ത് മത്സരമാണെങ്കിലും പരീക്ഷയാണെങ്കിലും ഞങ്ങൾ പോകുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതുപോലെ B2ൻ്റെ എക്സാമിന് എടുത്തപ്പോൾ പോലും ഞാൻ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ പഠിക്കുകയും ചെയ്തു. ഞാൻ പഠിച്ചു എന്നൊരു കോൺഫിഡൻസ് എനിക്കുണ്ടായിരുന്നു. എനിക്ക് കിട്ടും, എനിക്ക് അത്രയും കുഴപ്പമില്ലായിരുന്നു. B2ൻ്റെ ഒക്കെ പ്രിപ്പറേഷൻ സമയത്താണെങ്കിലും എന്നെക്കൊണ്ട് ഓക്കെയാണ്, മാതാവും കൂടി ഉണ്ടല്ലോ എന്നുള്ളൊരു ധൈര്യം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് പോയി. അവിടെയാണെങ്കിൽ എന്നോട് ഉടമ്പടിയുടെ ഇതൊന്നും ഇല്ല എങ്കിൽ പോലും എൻ്റെ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്ന് ഉടമ്പടിയുടെ ഉപ്പും തൈലവും ഒക്കെ എനിക്ക് കിട്ടി. അപ്പോൾ ഞാൻ അതെല്ലാം പ്രാർത്ഥിച്ച് പോക്കറ്റിലൊക്കെ എടുത്ത് ഞാൻ പോയി പരീക്ഷ അറ്റൻഡ് ചെയ്തു. 4 എണ്ണം കിട്ടിയില്ലെങ്കിൽ കൂടി 2 എണ്ണമെങ്കിലും എനിക്ക് കിട്ടുമെന്ന് എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ 4 എണ്ണത്തിൽ 1 എണ്ണം പോലും എനിക്ക് കിട്ടിയില്ല. അതെന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. കാരണം ഇതുവരെ ഞാനൊരു പരീക്ഷയ്ക്ക് പോലും അങ്ങനെ തോറ്റിട്ടില്ല. എല്ലാത്തിനും നല്ല മാർക്കോടെ ആയിരിക്കും ഞാൻ ജയിക്കുക. അപ്പോൾ 4 എണ്ണത്തിൽ 1 എണ്ണം പോലും കിട്ടാതായപ്പോൾ ഞാൻ നന്നായിട്ട് വിഷമിച്ചു. എന്താ പറയുക, അത്രയും കൂട്ടായിട്ടിരുന്നിട്ട് എനിക്ക് തന്നില്ലല്ലോ. ബാക്കിയെല്ലാം ഞാൻ ചോദിക്കുമ്പോൾ എനിക്ക് തരുന്നതായിരുന്നു, ഇത് മാത്രം എനിക്ക് തന്നില്ലല്ലോ മാതാവേ, ഈശോയെ, അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ പള്ളിയിൽ പോകും, പള്ളി എത്ര ഇതാന്ന് പറഞ്ഞാലും ഞങ്ങൾ പള്ളിയിൽ പോകാണ്ടിരിക്കത്തില്ല. അപ്പോൾ ഞാൻ പള്ളിയിൽ പോകും, കുടുംബക്കൂട്ടായ്മ പ്രാർത്ഥന കുരിശുവരയ്ക്കാണെങ്കിലും പ്രാർത്ഥിക്കും. ഒരു എന്താ അതിന് മുന്നേയൊക്കെ ആണെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് സന്തോഷത്തോടെ ആയിരിക്കും ഞാൻ കുർബാനയ്ക്കും പ്രാർത്ഥനയ്ക്കൊക്കെ ഇരിക്കുക. പക്ഷേ എനിക്ക് റിസൾട്ട് വന്നിട്ട് ഞാൻ പൊട്ടി കഴിഞ്ഞപ്പോൾ എനിക്ക് അങ്ങ് ഭയങ്കരമായിട്ട് സങ്കടമായി. അങ്ങനെ അമ്മ പറഞ്ഞു, സാരമില്ല, ഉടമ്പടി എടുക്കാൻ വേണ്ടിയിട്ട് നിന്നെ ഒന്ന് പൊട്ടിച്ചതായിരിക്കും, നീ വിഷമിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും അപ്പയും കൂടെ ഒരു ആൻറ്റിയും കൂടെ വന്ന് ഞാൻ അങ്ങനെ ഇവിടെ ഉടമ്പടി എടുക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ 14/4/2024 ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തു കഴിഞ്ഞ് എനിക്കൊരു ഇവിടെ ഉടമ്പടിയൊക്കെ എടുത്തു കഴിഞ്ഞ് എനിക്ക് ഭയങ്കര ഒരു ശക്തിയായിരുന്നു. എനിക്ക് കിട്ടും, ഇനി മാതാവിൻ്റെ കൂടെ ഉണ്ടല്ലോ, ഇനി വിഷമിക്കാനൊന്നുമില്ല എന്നുള്ള രീതിയിൽ ഞാൻ അങ്ങനെ ഉടമ്പടി എടുത്തു. നന്നായിട്ട് പ്രാർത്ഥിച്ചു. പക്ഷേ കാരുണ്യപ്രവർത്തനേക്കാളും പ്രേക്ഷിത പ്രവർത്തനം കൂടുതലും മുൻഗണന ഞാൻ പ്രാർത്ഥനയ്ക്കായിരുന്നു കൊടുത്തിരുന്നത്. നന്നായി കൊന്തയൊക്കെ ചെല്ലാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ചെല്ലുമായിരുന്നു. എനിക്ക് അധികം അങ്ങോട്ട് ഉടമ്പടിയെക്കുറിച്ച് അറിയില്ലെങ്കിലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ എല്ലാം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഡേറ്റ് കിട്ടാൻ ഭയങ്കര പാടായിരുന്നു. പക്ഷേ മാതാവിനോട് പ്രാർത്ഥിച്ച് എനിക്ക് 2 ഡേറ്റ് കിട്ടി. അങ്ങനെ എക്സാമിന് പോയി. എക്സാമിന് എഴുതി പോയി കഴിഞ്ഞപ്പം കയറുന്നതിന് മുന്നേ ഞാൻ ബൈബിൾ തുറന്ന് നോക്കിയപ്പം നിന്നെ ശക്തനാക്കുന്നതിലൂടെ നിനക്കെല്ലാം ചെയ്യാൻ സാധിക്കും എന്നൊരു ബൈബിൾ വാക്യമായിരുന്നു എനിക്ക് കിട്ടിയത്. അത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, അയ്യോ, എൻ്റെ കൂടെയുണ്ട്, എന്നെ ശക്തിപ്പെടുത്തുന്നുണ്ട്, അപ്പോൾ എനിക്ക് കിട്ടും, എനിക്ക് എന്നാണ് കിട്ടും എന്നുള്ള ഒരു ഉറച്ച കോൺഫിഡൻസോടെയായിരുന്നു. പക്ഷെ ഞാൻ കൂടുതൽ എൻ്റെ മെറിറ്റിലായിരുന്നു ഞാൻ ഇതാക്കിയത്. നോട്ട് മൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നാണ്. പക്ഷെ ഞാൻ എൻ്റെ മെറിറ്റായിരുന്നു ഏറ്റവും കൂടുതൽ നോക്കിയത്. കാരണം ഞാൻ പഠിച്ചിട്ടാണ് പോയത്, ഇനി എനിക്ക് ഒരു പ്രശ്നമില്ല എന്നുള്ള രീതിയിലായിരുന്നു. അങ്ങനെ ഞാൻ എക്സാമിന് അറ്റൻഡ് ചെയ്തു. എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. അപ്പോൾ ഞാൻ അന്ന് ഉടമ്പടി എടുത്തിട്ടുള്ളതുകൊണ്ട് എൻ്റെ അമ്മയുടെ ഉപ്പും എണ്ണയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെക്കിങ് ചെയ്യും, അതെനിക്കറിയാം. എങ്കിൽ പോലും ഞാൻ എൻ്റെ കാശ് എൻ്റെ കയ്യിൽ നിന്ന് മാറ്റിയിട്ടില്ല. അപ്പോൾ ഞാനിങ്ങനെ ബസ്സിൽ പോകുമ്പോഴാണ് കുറേ കൊന്ന് ചെല്ലിയിട്ടാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് മാതാവിൻ്റെ മുല്ലപ്പൂവിൻ്റെ സുഗന്ധം ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കുക. അപ്പം ഞാൻ ഉറപ്പിച്ചു, എനിക്ക് ഉറപ്പായിട്ടും കിട്ടും, എന്തായാലും മാതാവ് കൂടെ ഉണ്ടല്ലോ. പിന്നെ ഞാൻ ലോക്കറ്റ് കൈ പിടിക്കുമ്പോഴാണേലും എന്തോ ഒരു തണുത്ത ഫീലും അതുപോലെ തന്നെ മാതാവിൻ്റെ കൂടെ എന്നുള്ളൊരു ഫീലായിരുന്നു. അങ്ങനെ ഞാൻ എക്സാമിന് കയറുന്നതിന് മുന്നേ തന്നെ അവിടെ ഉപ്പെല്ലാം ഇട്ട് പ്രാർത്ഥിച്ചു കയറി. പക്ഷേ എക്സാം എഴുതി കഴിഞ്ഞാൽ വന്നപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു എനിക്ക് കിട്ടും, നല്ല എളുപ്പമായിരുന്നു. അവിടെ ചെന്നിട്ടാണെങ്കിലും എനിക്ക് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് നന്നായിട്ട് സ്പീക്ക് ചെയ്യാനും റൈറ്റ് ചെയ്യാനും എല്ലാം സാധിച്ചു. പക്ഷേ റിസൾട്ട് വന്നപ്പം എനിക്ക് വീണ്ടും പോയി, 1 എണ്ണം പോലും എനിക്ക് കിട്ടിയില്ല. ഞാൻ ചോദിച്ചു, മാതാവേ, ഞാൻ എന്ത് ചെയ്തിട്ടാണ് ഇങ്ങനെയൊക്കെ, എനിക്കറിയത്തില്ല, ഞാൻ ഇത്രയും കൂടുതൽ ചെയ്യുന്നുണ്ടല്ലോ, ഇനി എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, നീ ഉടമ്പടി എടുത്തു, പക്ഷേ സാക്ഷ്യത്തിൽ കേൾക്കുന്ന പോലെ എല്ലാവരും ചെയ്യുന്നതിലെ പോലെ കാരുണ്യപ്രവൃത്തിയും പ്രേക്ഷിത പ്രവർത്തനം നിങ്ങൾ ചെയ്യുന്നില്ല, ചിലപ്പോൾ അതിൻ്റെ ആയിരിക്കും എന്ന് ഓർത്തു. അങ്ങനെ അപ്പോൾ എനിക്കും തോന്നി ചിലപ്പോൾ അതിൻ്റെ ആയിരിക്കും മാതാവ് എനിക്ക് തരാത്തത് എന്നൊക്കെ തോന്നി. അങ്ങനെ എനിക്ക് ഇത്രയും കിട്ടാതായപ്പോൾ കൂടി എല്ലാവരും എന്നോട് പറഞ്ഞു, ചിലപ്പോൾ നിനക്ക് ഇതായിരിക്കില്ല, ഇവിടെ നിന്ന് നേഴ്സിംഗ് പഠിക്കാനായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇവിടെ നേഴ്സിംഗ് എടുക്കാനായിട്ട് എല്ലാവരും തീരുമാനിച്ചു. അങ്ങനെ ബാംഗ്ലൂരിൽ ഒരു കോളേജിൽ സീറ്റ് തയ്യാറാക്കി നേഴ്സിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ ഒന്നാമത്തെ കാര്യം, എനിക്ക് നേഴ്സിങ്ങിന് പോകാൻ ഇഷ്ടമില്ലാന്നിട്ട് തന്നെയാണ് ഞാൻ ഈ ജർമ്മൻ കോഴ്സ് തിരഞ്ഞെടുത്തത്. കാരണം എനിക്ക് എല്ലാ ദിവസവും പള്ളിയിൽ പോകണം, അവിടെ പോയി കഴിഞ്ഞാൽ പള്ളിയിലും പോകാൻ പറ്റില്ല, ഒരുമാതിരി ലൈഫ് സ്റ്റൈൽ എനിക്ക് പണ്ട് തൊട്ട് ഈ ബാംഗ്ലൂരിൽ നിൽക്കുന്ന അത്ര പഠിക്കാൻ പോകുന്നത് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു.
അപ്പോൾ ഇവിടെ തന്നെ പോയി എൻ്റെ മാതാവ് എന്നെ നേഴ്സിംഗ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ ഞാൻ ഇത്രയും കൂടുതൽ മാതാവിൻ്റെ അടുത്ത് നിന്ന് പ്രാർത്ഥിച്ചതെന്ന് ഞാൻ എപ്പോഴും ഞാൻ ഇങ്ങനെ കരങ്ങി ചോദിക്കും. കരയാതൊരൊറ്റ ദിവസമില്ലായിരുന്നു. കാരണം അത്രയും തകർന്നൊരവസ്ഥയായിരുന്നു. ഇപ്പം ആർക്കെങ്കിലും ഒരു രോഗം ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് പറയാം, സാറില്ല അവർക്ക് രോഗം വന്നിട്ടാണല്ലോ അവളിങ്ങനെ ഇതുമൂലം കഷ്ടപ്പെടുന്നത്. ഇപ്പോൾ പഠിക്കാതെ എക്സാമൊക്കെ എഴുതുവാണെങ്കിൽ ഇവൾ എന്നോട് പറഞ്ഞു അവൾ പഠിക്കാഞ്ഞിട്ടാ, അവൾക്ക് കഴിയത്തില്ലാഞ്ഞിട്ടാ എന്നൊക്കെ പലരും പറഞ്ഞു. പക്ഷേ മാതാവിനറിയാം ഞാൻ പഠിച്ചിട്ടുണ്ടോ പ്രാർത്ഥിച്ചിട്ടുണ്ടോ എന്താ ഞാൻ ചെയ്തതെന്നറിയാം. അങ്ങനെ ഞാൻ മാതാവിൻ്റെ ഇഷ്ടം അതായിരിക്കട്ടെ എന്ന് കരുതി ഇവിടെ അച്ഛനെ കാണാനായിട്ട് വന്നു. പക്ഷേ അച്ഛനെ കാണണമെങ്കിൽ ഇങ്ങനെ എക്സാം അങ്ങനത്തെ കുറച്ച് സീരിയസ് ആയിട്ടുള്ള സംഭവങ്ങളേ ഉള്ളൂ, അല്ലാണ്ട് നിങ്ങൾ തീരുമാനം എടുക്കാതെ വന്നിട്ട് കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ ശരി വേണ്ട പോയേക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ വേറെ ഒരു അച്ഛനെ കണ്ടപ്പോൾ പറഞ്ഞു ഇത്രയും പ്രാർത്ഥിച്ചിട്ടും ഇത്രയും ചെയ്തിട്ടും മാതാവ് തന്നില്ലെങ്കിൽ മോളുടെ ഒന്നെങ്കിൽ വേറെ വലുതും ആയിരിക്കും മാതാവിൻ്റെ തീരുമാനം. ഇത് മോൾ ഡ്രോപ്പ് ചെയ്തിട്ട് മോൾ നല്ലൊരു തീരുമാനം എടുക്കും, ഇത് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ അത് ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ പറയില്ല എന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചു. അപ്പോൾ ഞാൻ എന്നാ ഓർത്തു ഇതല്ലായിരിക്കും എൻ്റേത്, ഞാൻ നേഴ്സിംഗ് ഫീൽഡാണെങ്കിൽ ഇവിടെ പഠിച്ചിട്ടാണെങ്കിൽ അവിടെ കയറി പോകാമല്ലോ എന്ന് ഓർത്തു. അങ്ങനെ ഞാൻ നേഴ്സിംഗിൽ പോകാനായിട്ട് അവിടെ പോയി. അവിടെ ചെന്ന് ഒരു 2 ആഴ്ച ആവുന്നേ ഉള്ളൂ. ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കിനും എനിക്ക് ഭയങ്കര ഹെൽത്ത് ഇഷ്യൂസ് തുടങ്ങി. എനിക്ക് അവിടെ ചെന്നിട്ട് ഭയങ്കര തണുപ്പെല്ലാം കൂടെ ആയപ്പോഴത്തേക്കിനും ഒന്നാമത് ഇവിടുന്ന് വയ്യാണ്ടാണ് പോയത്. അവിടെ ചെന്നപ്പോഴത്തേക്കിനും എനിക്ക് ഒട്ടും പറ്റാണ്ടായി, ഭയങ്കര പനി പിടിച്ച് എല്ലാം എനിക്ക് ഒട്ടും അവിടെ സർവൈവ് ചെയ്യാൻ പറ്റുന്നില്ലെന്നായി. അങ്ങനെ അപ്പയും അമ്മയും വന്ന് അവിടെ നിന്ന് എന്നെ കൂട്ടിക്കൊണ്ട് പോന്നു. ഇവിടെ വന്ന് ഡോക്ടറിനെ കാണിച്ചപ്പോൾ നിനക്ക് എന്തെങ്കിലും മാരകരോഗം ഉണ്ടോയെന്നാണ് എന്നോട് എടുത്ത വായിൽ ചോദിച്ചത്. കാരണം വിറ്റമിൻ ഡി ഭയങ്കരമായിട്ട് എനിക്ക് കുറഞ്ഞു. ഏറ്റവും കൂടുതൽ വേണ്ട ഒരു സാധനമാണ് വിറ്റമിൻ ഡി. അത് എനിക്ക് കുറഞ്ഞു പോയിട്ട് ബിപിയും കുറഞ്ഞ് എല്ലാം കുറഞ്ഞ് വളരെയധികം നല്ലൊരു എന്താ പറയുക മോശം ഒരവസ്ഥയിലായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് കടുത്ത പനിയും ഛർദിയും ഭയങ്കരമായിട്ട് സഹിക്കാൻ പറ്റാത്ത കാലുവേദനയൊക്കെ ആയിരുന്നു എനിക്ക്. അങ്ങനെ ഞാൻ അവിടുന്ന് ഡിസ്കണ്ടിന്യൂ ചെയ്ത് ഞാനിങ്ങ് പോന്നു. പിന്നെ മാതാവിനോട് പ്രാർത്ഥിച്ച് ഉപ്പൊക്കെ തേന് കഴിച്ച് അതൊക്കെ കുറച്ച് കുറഞ്ഞാൻ തുടങ്ങി. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ എന്നോട് പറഞ്ഞു ചിലപ്പോൾ അതായിരിക്കില്ല, നീ ഒന്നും കൂടി ഒന്ന് അറ്റൻഡ് ചെയ്യുക, എന്നാണ് ഇപ്പോൾ 2 എണ്ണം അല്ലേ ചെയ്തുള്ളൂ, നീ ഒന്നും കൂടി ചെയ്ത് നോക്ക്, ചിലപ്പോൾ മാതാവ് ഇനി അടുത്ത വട്ടം നിനക്ക് തന്നാലോ, ഒന്ന് ഉടമ്പടി പുതുക്കിയിട്ടൊന്ന് നീ എഴുതി നോക്ക് എന്നോട് പറഞ്ഞു. അപ്പം ജർമ്മൻ എടുത്തപ്പം അവിടെയും ഫെയില്, ഇവിടെ നേഴ്സിംഗ് എടുത്തപ്പോൾ ഇവിടെയും പോക്കാണല്ലോ എന്നോർത്ത് എനിക്ക് എന്നാ ചെയ്യണമെന്ന്. പക്ഷേ മാതാവിനോട് എനിക്ക് ഒട്ടും സങ്കടം തോന്നിയില്ല. കാരണം ഞാൻ ഇവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തിട്ട് ഇവിടെ ഉടമ്പടി പത്രികയിൽ ഞാൻ എൻ്റെ ഫസ്റ്റ് എഴുതിയിട്ടത് മാതാവ് എന്തൊക്കെ വന്നാലും ഞാൻ ഉടമ്പടി ഉപേക്ഷിക്കാൻ എന്നെ അനുവദിക്കരുതേ, പിന്നെ എന്താണോ മാതാവിൻ്റെ ഇഷ്ടം അത് നടന്നോട്ടെ, പിന്നെ എൻ്റെ ഒരു വെറൈറ്റി സാക്ഷ്യം കൂടി ആയിരിക്കണേ എന്ന് പറഞ്ഞു. ആ വെറൈറ്റി വല്ലാത്തൊരു വെറൈറ്റി ആയിപ്പോയി. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് വീണ്ടും ഉടമ്പടി എടുത്ത് പുതുക്കി പ്രാർത്ഥിച്ചു. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എടി ഇങ്ങനെ ഒരു കോഴ്സ് ഉണ്ട്, അപ്പോൾ എക്സാം പ്രിപ്പറേഷനാണ്, അപ്പോൾ അങ്ങനെ ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് എക്സാം ഡേറ്റ് കിട്ടാനൊക്കെ എളുപ്പമാണെന്ന് എന്നോട് പറഞ്ഞു. അപ്പം ഞാനത് 2-3 വട്ടം തട്ടിക്കളഞ്ഞു. കാരണം ഇത്രയും പൈസ ഇനി പോയല്ലോ, ഇനി പൈസ മുടക്കാനായിട്ട് അപ്പയോട് ഞാനിങ്ങനെ ചോദിക്കാം. പക്ഷെ അപ്പോൾ ഫുൾ കട്ട് സപ്പോർട്ടായിരുന്നു. ഒരുപാട് സങ്കടവും ഒരുപാട് വേദനകളും ഒക്കെ ഉണ്ടായെങ്കിൽ കൂടി അപ്പം എൻ്റെ കൂടെ നിന്നു. അപ്പയും അമ്മയും ഞങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിച്ചു. ഇത്രയും അനുഭവം ഉണ്ടായിട്ട് കൂടി ഞങ്ങൾ മാതാവിനെയും ഈശോനെയും വിട്ടില്ല. കുറേ അധികം ഞാൻ കൊന്ത ചെല്ലാനും ബൈബിൾ വായിക്കാനും അതുപോലെ തന്നെ കാരുണ്യപ്രവൃത്തി പ്രേക്ഷിത എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എത്ര ഘട്ട പത്രം മേടിച്ച് കൊണ്ടുപോയി കൊടുക്കുന്നതൊന്നും എനിക്കറിയില്ല, അതുപോലെ ഞാൻ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഞാൻ എക്സാം പ്രിപ്പറേഷൻ കോഴ്സിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തു. അവിടെ ചെന്ന് ഞങ്ങൾ കോഴ്സ് ഒരു 8 ദിവസത്തെയായിരുന്നു. അങ്ങനെ അത് കയറി. അപ്പോൾ അവിടെ ചെന്നപ്പം ഞാൻ എൻ്റെ കയ്യിൽ കൊന്ത മുറുകെ പിടിക്കും, അതുപോലെ തന്നെ എൻ്റെ കാസ്റ്റവും എപ്പോഴും ആ ക്ലാസ്സിൽ ഫുൾ ടൈം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ വന്നിട്ട് എന്നോട് ചോദിക്കും ഇതെൻ്റെ നടി സാധനം എന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ പറയും ഇതെൻ്റെ ശക്തിയാണ്, ഇതെൻ്റെ ജീവനാണ് എന്ന് ഞാൻ പറയും. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ കൈ പിടിച്ച് അവരുടെ എക്സാമൊക്കെ അവരും അറ്റൻഡ് ചെയ്ത് അവർക്കും കിട്ടുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കൃപാസനത്തെക്കുറിച്ച് അതുപോലെ തന്നെ അല്ലാത്ത കാര്യങ്ങൾ ഈശോയെയും മാതാവിനെയും കുറിച്ച് എനിക്ക് അവരോട് കൂടുതലായിട്ട് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിച്ചു. അവരും എക്സാമിന് കയറുന്നതിന് മുന്നേ ഉപ്പും തൈലവും തേനും ഒക്കെ കൊടുക്കാനും അതുപോലെ തന്നെ അവർ എക്സാം പാസ്സാവാനും ഒക്കെ സഹായിച്ചു. അപ്പോൾ ഞാൻ ഈ എക്സാമിന് കയറുന്നതിന് മുന്നേ ഞാൻ അവിടെ ഒരു ഇങ്ങനെ ഒരു 8 ദിവസത്തെ കോഴ്സായിരുന്നു. എൻ്റെ കൂടെ പപ്പയുണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ ക്ലാസ്സിന് കയറുന്നതിന് മുന്നേ ക്ലാസ്സിന് കയറുമ്പം ഒരു 1 മണി തൊട്ട് 5 മണി വരെയാണ്. അപ്പോൾ ആ നേരത്തെ അടുത്തൊരു പള്ളിയുണ്ട്. ആ പള്ളിയിലെ ദിവ്യകാരുണ്യത്തിന് മുന്നിൽ പോയിട്ട് അപ്പോൾ കുറേ ഞാൻ ഇറങ്ങി വരുന്നിടം വരെ ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ 8 ദിവസം ഞാൻ എത്ര ദിവസം ക്ലാസ്സിൽ പോയോ അത്രയും ദിവസം അപ്പോൾ അവിടെ നിന്ന് എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എക്സാമിന് ദിവസം എത്തി. ഞങ്ങൾ
സത്യം പറഞ്ഞാൽ എനിക്ക് കുർബാന കാണാണ്ട് ഒരു ദിവസം പോലും, കുർബാന കാണാത്ത ദിവസം എനിക്ക് എന്തോ, എനിക്കറിയില്ല എന്തൊക്കെയാണ് വരുന്നതെന്ന്. അപ്പം ഞാൻ കുർബാന കണ്ടിട്ട് അപ്പം ഞാൻ എന്നാണല്ലോ വരുന്നുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അന്നത്തെ കുർബാന ഞാൻ ആ പള്ളിയിൽ പോയി കണ്ട്, അധിക സമയമില്ല, 5 മിനിറ്റേ ഉള്ളൂ, അതിനുള്ളിൽ വന്നിട്ട് ഞാൻ ഓടി വന്ന് എക്സാമിൻ്റെ റിപ്പോർട്ടിംഗ് ടൈം ആയിരുന്നു. അപ്പം ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി കയറി ഉപ്പും തൈലവും തേനും എല്ലാം തേച്ച് ലോക്കറ്റിൻ്റെ പോക്കറ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെക്കിങ്ങിന് വന്നപ്പം എൻ്റെ മുന്നിൽ കയറി പോയവരുടെ ഇതൊക്കെ എടുത്ത് മാറ്റുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു, മാതാവേ എൻ്റെ അടുത്ത് മാറ്റല്ലേ, മാതാവ് എൻ്റെ കൂടെ നിന്ന് പോവല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ അടുത്ത് ചെക്കിങ്ങിന് വന്നപ്പോൾ എന്നോട് പറഞ്ഞു, എൻ്റെ ടെൻഷനാണ്, എന്തോ കാരണം എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ ഹോൾ ടിക്കറ്റ് താഴെ പോയി. അപ്പോൾ എന്നോട് ഞാൻ ടെൻഷനൊന്നും വേണ്ട, എല്ലാം കയറ്റുക, ഒരു കുഴപ്പമില്ല, ഞാൻ പറഞ്ഞു ഇതെനിക്ക് ഇതെനിക്ക് കളയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതൊന്നും കുഴപ്പമില്ല, കയറ്റിക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഞാനത് കൈ പിടിച്ച് ഉപ്പെല്ലാം അവിടെ വെതറി ഞാൻ അവിടെ വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ടേയിരുന്നു. അങ്ങനെ റൈറ്റിങ്ങിൻ്റെ സമയമായപ്പം എനിക്ക് അറിയത്തില്ല എവിടെ നോക്കിയാൽ എനിക്ക് തലവേദന വരുന്നു, ഛർദ്ദിക്കാൻ വരുന്നു, തലകറക്കം വരുന്നു, എൻ്റെ കൈയൊക്കെ ഇങ്ങനെ ചുരുണ്ട് കൂടുന്ന പോലെ ആയിപ്പോയി. എനിക്ക് അങ്ങനെ 1.25 മണിക്കൂറിൻ്റെ എക്സാമിൽ 3/4 മണിക്കൂർ കൂടുതൽ എൻ്റെ കയ്യിൽ നിന്ന് പോയി. കാരണം എനിക്കൊന്നും എഴുതാൻ പറ്റുന്നില്ല, എനിക്ക് ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ചിട്ട് പോലും ഒന്നും മനസ്സിലാവണില്ല. അങ്ങനെ ഞാൻ കുറേ നേരം ഒരു 3/4 മണിക്കൂറിൽ കൂടുതൽ എൻ്റെ പോയെന്നറിയാം. എന്നിട്ട് ഞാൻ സമയം നോക്കുമ്പോൾ എനിക്കിനി കുറച്ച് സമയങ്ങളേ ഉള്ളൂ. അങ്ങനെ ഞാൻ കാശ് രൂപം കൈ പിടിച്ചിട്ട്, മാതാവേ ഞാൻ എന്താണെന്നറിയില്ല, ഞാൻ വിശ്വാസപ്രമാണത്തിൽ പ്രതീക്ഷയുടെ പ്രാർത്ഥന ചൊല്ലിയിട്ട് ഞാൻ എന്താണെന്നറിയില്ല എനിക്കൊരു ശക്തി കയറിയിട്ട് ഞാൻ പെട്ടെന്ന് എഴുതി. ആരും പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല, 3/4 മണിക്കൂറിൽ കൂടുതൽ പോയ ആൾ 1.25 മണിക്കൂറിൻ്റെ എക്സാം 10 മിനിറ്റിന് മുന്നേ എഴുതി തീർക്കുന്നു. അത് കഴിഞ്ഞ് 2-3 വട്ടം വായിക്കാൻ പറ്റുന്നു. എനിക്കറിയില്ല, ഞാൻ ഒറ്റയ്ക്ക് എഴുതിയെങ്കിൽ എനിക്കത് പറ്റില്ലായിരുന്നു. അങ്ങനെ ഇറങ്ങിയ ഉടനെ തന്നെ എനിക്ക് സ്പീക്കിങ്ങിൻ്റെ എക്സാമിന് കയറ്റി. അവിടെ കയറ്റിയപ്പോഴാണേലും ഇതുപോലെ തന്നെ എനിക്കൊന്നും, എൻ്റെ തലയൊക്കെ ഇങ്ങനെ മരവിച്ച അവസ്ഥ, എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. അവിടെയാണെങ്കിലും ഉപ്പെല്ലാം ഇട്ട് ഞാൻ മാതാവിനെ കൂട്ടുപിടിച്ച് എന്താണോ എനിക്ക് പറയാനുള്ളത് അതെല്ലാം ഞാൻ ഫുള്ളും പറഞ്ഞ്, എന്നോട് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അതെല്ലാം എനിക്ക് അങ്ങനെ പറയാൻ പറ്റി. അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞ് ഞാൻ എക്സാം എല്ലാം അറ്റൻഡ് ചെയ്ത് ഇറങ്ങിക്കഴിഞ്ഞു. അപ്പോൾ റിസൾട്ടിന് വേണ്ടി കാത്തിരുന്നു. അപ്പോൾ മാതാവിനോട് ഫുൾ ടൈം പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പ്രേക്ഷിത പ്രവർത്തനം, കാരുണ്യ പ്രവൃത്തിയും, എനിക്കും പരീക്ഷണക്കാളും കൂടുതൽ ഇമ്പോർട്ടൻസ് എനിക്ക് ആയിരുന്നു ആ സമയങ്ങളിൽ. അപ്പോൾ ഞാൻ കൂടുതൽ എക്സാമിന് വേണ്ടിയിട്ടല്ല, മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്. അങ്ങനെ ഞാനത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഞാൻ വീട്ടിൽ ഇരിക്കുന്ന ഒരു എക്സാം കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലോട്ട് വന്നപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് മയങ്ങിപ്പോയി. പ്രാർത്ഥിക്കാനുള്ള സമയത്ത് ഞാൻ മയങ്ങിപ്പോയി. അപ്പോൾ പെട്ടെന്ന് എന്നെ സ്വപ്നത്തിൽ ഈശോ വന്നിട്ട് എൻ്റെ ചങ്കൊക്കെ ഇങ്ങനെ എന്തോ പറിച്ചുകൊണ്ട് പോകുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈശോ എന്നെ കൊണ്ടുപോകല്ലേ, എന്നോട് കരുണയായിരിക്കണേ എന്നൊക്കെ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് പെട്ടെന്ന് ഈ പാഷൻ ഓഫ് ദി ക്രൈസ്റ്റിലെ ഈശോയുടെ ആ ക്രൂശരംഗമാണ്. അപ്പം ഞാൻ മാത്രമേ മുട്ടയെ കുത്തുന്നുള്ളൂ, ബാക്കി എല്ലാവരും എന്തോ ഫുട്ബോൾ ഗ്രൗണ്ടിൽ കളിക്കുന്ന പോലെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ട് നടക്കുവാണ്. അപ്പം ഞാൻ മാത്രം ഇങ്ങനെ മുട്ടയെ കുത്തി ഈശോയോട് ഞാൻ ഇങ്ങനെ നമിച്ച് ഇങ്ങനെ കിടക്കുവാണ്. അത് കണ്ടപ്പോഴത്തേക്കിനും ഞാൻ പെട്ടെന്ന് ഞെട്ടി എണീറ്റ് അമ്മയുടെ അടുത്തോട്ട് പോയി. അങ്ങനെ അത് കഴിഞ്ഞ് റിസൾട്ട് വന്നത് എനിക്ക് 2 എണ്ണം കിട്ടി. വീണ്ടും 1 എണ്ണം കൂടെ എഴുതണം. അതിന് വേണ്ടിയിട്ട് ഡേറ്റ് എടുത്തു. പിന്നെ അച്ഛനെ വന്ന് കണ്ട് അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങിച്ച് എഴുതി, അതും കിട്ടി. അങ്ങനെ എനിക്ക് 4 മൊഡ്യൂൾ പാസ്സായി. അത് കഴിഞ്ഞ് ഞാൻ പെട്ടെന്ന് പഠിച്ച ഉടനെ തന്നെ എനിക്കൊരു ടീച്ചിങ് പോസ്റ്റിൽ കിട്ടി. അങ്ങനെ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പ്രോസസ്സിങ്ങിന് കൊടുത്തു. പ്രോസസ്സിങ് ഞാൻ വിചാരിച്ചതിലും പെട്ടെന്ന് തന്നെ നടന്നു. അങ്ങനെ പ്രോസസ്സിങ്ങിന് കൊടുത്ത് പ്രോസസ്സിങ് എല്ലാം ശരിയായി, വിസ വന്നു, എനിക്ക് ടിക്കറ്റും കിട്ടി. അടുത്ത 27-ാം തീയതി ഞാൻ ജർമ്മനിയിലോട്ട് പോവാണ്. പ്രേക്ഷിത പ്രവർത്തനം ഞാനാണെങ്കിൽ കൂടുതലായിട്ടും ജനറൽ ആശുപത്രിയിലാണ് പോയിക്കൊണ്ടിരുന്നത്. അച്ഛൻ ധ്യാനത്തിൽ പറയുന്ന പോലെ നമ്മൾ ഏറ്റവും കൂടുതൽ സർക്കാർ ആശുപത്രിയിലാണ് പോകേണ്ടതെന്നുള്ള ആ ഒരു ഇതിലാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. അവിടെ ഞാനും അപ്പയും കൂടെ എന്നെക്കൊണ്ട് പറ്റുന്ന, ഇപ്പോൾ 5 കെട്ടോ 4 കെട്ടോ എത്ര കെട്ടാണോ ഒരു വട്ടം മേടിക്കാൻ പറ്റുന്ന അത്രയും പത്രം മേടിക്കും. അത് കഴിഞ്ഞ് വിശ്വാസപ്രമാണം എണ്ണയും ഉപ്പും വെച്ച് ഞാൻ ഒരു കൊന്ത തന്നെ എല്ലാവർക്കും ചൊല്ലിയിട്ടാണ് കൊടുക്കാറുള്ളത്. അങ്ങനെ അതാണ് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം. പിന്നെ കാരുണ്യ പ്രവൃത്തി എന്ന് പറയുന്നത്, ഞാൻ ഒരു ഭിന്നശേഷിയായിട്ടുള്ള, അതുപോലെ തന്നെ അഗതിമന്ദിർ അങ്ങനത്തെ ഉള്ള 2 പോകാറുണ്ട്. ഞാനും അപ്പയും പോയി അവിടെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ അവർക്ക് നഖം വെട്ടാനോ കുളിപ്പിക്കാനോ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കാനായിട്ടോ എന്താണോ അവർ പറയുന്നത് ആ കാര്യം എല്ലാനായിട്ട് ചെയ്യാനായിട്ട് ഞാൻ നോക്കാറുണ്ട്. പിന്നെ ഞാൻ വേദപാഠം പഠിപ്പിക്കാനായിട്ട് ഉടമ്പടി എടുത്ത് കുറച്ച് നാൾക്ക് ശേഷം എനിക്ക് വേദപാഠം പഠിപ്പിക്കാനെന്നുള്ളൊരു ദൗത്യം മാതാവ് തന്നു. അതുപോലെ തന്നെ ഏറ്റവും കൂടുതലായിട്ട് ഒരു ദിവസം പണ്ട് ഞാൻ എന്നും പള്ളിയിൽ പോകും എന്നെങ്കിലും ഉപരി ഇപ്പം ഞാൻ ഓരോ കുർബാനയ്ക്ക് ഓരോരുത്തർക്ക് വേണ്ടിയിട്ട് ഞാൻ കാഴ്ചവെക്കും, അവരുടെ നിയോഗം കാഴ്ചവെക്കും. ആരെങ്കിലും എന്തെങ്കിലും എന്നോടൊരു സഹായം ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ കുർബാനയുടെ
നിയോഗമായിട്ട് വെച്ച് അവർക്ക് വേണ്ടിയിട്ട് കിട്ടുന്നവരെ പ്രാർത്ഥിക്കും. പിന്നെ എന്തെങ്കിലും ഒരു കാര്യം ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുന്നതിൻ്റെ പിറ്റേ ദിവസം എനിക്ക് അച്ചട്ടായിട്ട് എന്തെങ്കിലും ഒരു നല്ലൊരു സന്തോഷവാർത്ത മാതാവ് എനിക്ക് തരും. ഈ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഞാൻ തലേദിവസം നല്ലതായിട്ട് ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കും. പിറ്റേ ദിവസം നല്ലൊരു ഗുഡ് ന്യൂസ് എനിക്ക് വരും. അതുപോലെ തന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും നന്നായിട്ട് എന്താണോ ഞാൻ ചെയ്യുന്ന മാതാവിന് കൊടുക്കുന്നത് അതുപോലെ തന്നെ മാതാവ് എനിക്ക് തരുമായിരുന്നു. എല്ലാ 2 ആഴ്ച കൂടുമ്പോഴും ഞാൻ കുമ്പസാരിക്കുമായിരുന്നു. ഇത് ഇത്രയല്ല, ഇത് കൂടുതൽ അനുഗ്രഹങ്ങൾ മാതാവ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. എന്നാലും സമയത്തിൻ്റെ പരിധി മൂലം ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുവാണ്. മാതാവ് വഴി ഈശോ എനിക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ഈ സാക്ഷ്യം ദൈവമഹത്വത്തിനായി സമർപ്പിക്കുകയും ചെയ്യുന്നു. ദൈവത്തിന് കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവേൻ. അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവേൻ. അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. ഈ മകൾ പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്കൊരു സാക്ഷിയാകണം, ഒരു വെറൈറ്റി സാക്ഷിയാവണം എന്നാണ്, പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷി. പക്ഷേ ഇതൊരു വല്ലാത്തൊരു സാക്ഷ്യമായെന്നാണ്. കാരണം ഈ മകൾ പല പ്രാവശ്യവും എനിക്കതിനുള്ള മെറിറ്റുണ്ട്, എനിക്ക് പറ്റും, എനിക്കത് സാധിക്കും എന്നുള്ളൊരു വിചാരമുണ്ടായിരുന്നു. അതാണ് ദൈവം നമ്മളെ ഓർപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ ശക്തമായ കരുത്തിന് കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവാനാണ്. പിന്നീടാണ് ഈ മകൾ അത് റിയലൈസ് ചെയ്യുകയും ഇവിടെ വന്ന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷ വഴി വീണ്ടും അനുഗ്രഹം ലഭിക്കുകയും പിന്നീടാണ് ലാസ്റ്റ് ടൈം ഈ മകൾ പോയി പരീക്ഷ എഴുതിയത്. ആ പരീക്ഷയാണ്, ആ ഇൻ്റർവ്യൂ ആണ്, എല്ലാം പാസ്സാവുകയും ഈ വരുന്ന 27-ാം തീയതി ഈ മകൾ ജർമ്മനിക്ക് പോവുകയാണ്. പിന്നീട് പറഞ്ഞ ഈ രോഗസൗഖ്യത്തിൻ്റെ കാര്യമാണ്. ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് മാത്രമാണ് ഈ മകൾ പ്രാർത്ഥിച്ചത്. എന്ത് രോഗം വന്നാലും വിശ്വാസപ്രമാണം ചൊല്ലി വിശ്വാസത്തോടെ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കുകയും പിന്നെ ഇപ്പോൾ പറയുകയും ചെയ്ത് ഇൻ്റർവ്യൂവിന് പോകുമ്പോഴും എല്ലാ കാര്യത്തിനും പോയപ്പോഴും ഉടമ്പടി വസ്തുക്കൾ കൂടെ ഉണ്ടായിരുന്നുവെന്ന്. അതും ഈ മകളുടെ ഒരു വിശ്വാസത്തിൻ്റെ ഒരു തീഷ്ണതയാണത്, ഉടമ്പടി വസ്തുക്കളിലുള്ള ഉറച്ച വിശ്വാസം. ഈശോയും അമ്മയും നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ഒരു വിശ്വാസമാണ് ഈ മകളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. വീണ്ടും വീണ്ടും പരാജയപ്പെടുമ്പോഴും ആരോ കൂടെയുണ്ട്, എനിക്ക് മുന്നോട്ട് പോകാമെന്നുള്ളൊരു വിശ്വാസം, ഒരു ധൈര്യം ഈശോയും അമ്മയുമാണ് ഈ മകൾക്ക് പകർന്നു കൊടുത്തത്. നമ്മുടെ ജീവിതത്തിലും സ്വന്തം ശക്തിയിലല്ല, ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിച്ച് എല്ലാം ദൈവത്തിൽ സമർപ്പിച്ച് നമുക്കും പ്രാർത്ഥിക്കാം. താഴ്മ ദുർബലതയല്ല, അത് ദൈവം പ്രവർത്തിക്കാനുള്ള ഒരിടമാണ്, ഒരവസരമാണ്, ഒരു സാഹചര്യമാണ്. ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ ദൈവം നമ്മയും ഉയർത്തുമെന്ന് നമുക്കും വിശ്വസിക്കാം. താഴ്മയോടെ വിശ്വാസത്തോടെ ദൈവത്തിൻ്റെ സമയത്തിനായി നമുക്കും കാത്തിരിക്കാം. മഹത്വത്തിലേക്കുള്ള വഴി പരിശുദ്ധ അമ്മ നമ്മെ കൈപിടിച്ച് നയിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയ്ക്കും അമ്മയെയും വിശ്വാസത്തോടെ കൂടുതൽ തീഷ്ണതയോടെ നമ്മുടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാൻ ഈശോയോടും അമ്മയോടും നമുക്ക് പ്രാർത്ഥിക്കാം. മരിയ ആൻസ്കറിയായ്ക്ക് ലഭിച്ച ഈ വലിയ അനുഗ്രഹത്തിന് നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ആമേൻ. അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ അനുഗ്രഹിച്ചതിനോർത്ത് ഈശോയ്ക്കും മാതാവിനും ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ പേര് ഷീമ കുര്യാക്കോസ്. ഞാൻ UK നിന്ന് വരുന്നു. ഞാൻ 17 വർഷമായിട്ട് UK യിലാണ്. ഞാൻ അവിടെ ഒരു സ്പെഷ്യലിസ്റ്റ് നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാനിപ്പോൾ ഈ ഉടമ്പടി എടുത്തത് മെയ് 6-ാം തീയതിയാണ് 2025. അതിനു മുമ്പ് 2024 ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തിരുന്നു. അത് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ്. അങ്ങനെയാണ് ഞാൻ കൃപാസനത്തെ പറ്റി കേൾക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഞാൻ നിയോഗം വെച്ചത് എനിക്ക് ഇങ്ങനെ ഒരു ജോലി കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ആ ഉടമ്പടി 3 മാസം തികയുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ഈ സ്പെഷ്യലിസ്റ്റ് നേഴ്സായിട്ട് ജോലി കിട്ടി. പക്ഷേ അത് ടെമ്പററി ആയിരുന്നു. എന്നിരുന്നാലും ഞാൻ കഴിഞ്ഞ വർഷം നാട്ടിൽ വന്നപ്പോൾ ഇവിടെ വന്ന് അതിന് സാക്ഷ്യം പറയാൻ വന്നു. അപ്പോൾ എൻ്റെ അടുത്ത് ഇവിടുത്തെ ബ്രദർ പറഞ്ഞു, പെർമനൻ്റായിട്ട് കിട്ടിയിട്ട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അതിൽ നിയോഗം വെച്ചത് എനിക്ക് പെർമനൻ്റായിട്ട് ഈ ജോലി വേണമെന്നായിരുന്നു. കാരണം ഈ ജോലി എന്ന് പറഞ്ഞാൽ എനിക്ക് ഫിസിക്കലി മെൻ്റലി സ്ട്രെസ് വളരെ കുറവാണ്. എൻ്റെ പേഴ്സണൽ ലൈഫിന് വളരെ ആക്ച്വലി ആപ്റ്റായിരുന്നു. സോ എനിക്ക് ഈ ജോലി വളരെ ഇഷ്ടപ്പെട്ടു. എസ്പെഷ്യലി ദ മാനേജ്മെൻറ്റ്, ദേ വർ സോ സപ്പോർട്ടീവ്. UK പോലൊരു കൺട്രിയിൽ അങ്ങനെ ഒരു മാനേജ്മെൻറ്റ് നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭാഗ്യമായിട്ടെങ്കിൽ കിട്ടുള്ളൂ. എനിക്ക് തോന്നാറുണ്ട് എൻ്റെ മാനേജർ ആക്ച്വലി ദൈവത്തിൻ്റെ ഒരു മാതാവ് എനിക്കായി കരുതി വെച്ച ഒരാളെ പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ വന്നു ഉടമ്പടിയിൽ ഇത് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചപ്പോഴും എനിക്ക് അങ്ങനെ വലിയ ടെൻഷനൊന്നുമില്ല. കാരണം ഞാൻ ഈ ജോലി ചെയ്യുന്നതാണ്, എനിക്ക് ഇപ്പോൾ ഇനി പോസ്റ്റ് വരും, എനിക്കിത് കിട്ടും, അങ്ങനെ ഒരു
തോന്നലായിരുന്നു. അവിടെ ചെന്നു, തിരിച്ച് ഇവിടുന്ന് നാട്ടിൽ നിന്ന് അവിടെ ചെന്നു. ഒരു മാസം കഴിഞ്ഞു. അപ്പോൾ ജോബ് വേക്കൻസി വരും, അപ്ലൈ ചെയ്യണം, പെർമനൻ്റായിട്ട് കിട്ടും എന്നാണ് മനസ്സിൽ. ഒരു മാസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഈ മാനേജർ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങളുടെ ഹോസ്പിറ്റൽ ട്രസ്റ്റിൻ്റെ ഫിനാൻഷ്യൽ ക്രൈസിസ് കാരണം എല്ലാ പോസ്റ്റും ഹോൾഡ് ചെയ്യുകയാണ്. ഇനി ഒരു പോസ്റ്റും അവർ പുറത്ത് വിടുന്നില്ല. അപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി യു വോണ്ട് ഹാവ് ദിസ് ജോബ്, സോ ഐ ഹാവ് ടു ഗോ ബാക്ക് ടു മൈ ഓൾഡ് ജോബ്. അതെനിക്ക് ഭയങ്കര ടെൻഷനായി, സങ്കടമായി. പക്ഷേ എന്നിരുന്നാലും ഞാൻ മാതാവിനെ മുറുകെ പിടിച്ച് പ്രാർത്ഥിച്ചു. മാനേജർ പറഞ്ഞു, ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ് ഷീമ, ഡോണ്ട് വറി. പിന്നെ ആ മാനേജറോട് ഞാൻ എപ്പോഴും പറയും, എൻ്റെ മാതാവുണ്ട് എനിക്ക് കൂടെ. അപ്പോൾ ഇംഗ്ലീഷുകാരനാണ്, പക്ഷെ ഞാൻ പറയും ഇങ്ങനെ എനിക്ക് കൃപാസനം എന്നൊരു ഇതുണ്ട്, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ കോവൻറ്റിലാണ്. അപ്പോൾ എന്നെ രക്ഷപ്പെടുത്തും, എന്നെ മാതാവ് കൈവിടില്ല. കാരണം എനിക്ക് ഈ ജോബ് ഒത്തിരി ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് എനിക്കിത് മാതാവ് തരും, എനിക്ക് വിശ്വാസമുണ്ട്. അപ്പോൾ നമുക്ക് ഷീമ ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ് എന്ന് വീണ്ടും പറഞ്ഞു. പിന്നെയും ദിവസങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം പറഞ്ഞു, ഷീമ ഐ ട്രൈഡ് മൈ ബെസ്റ്റ് ബട്ട് ഐ എം സോറി, ദർ ഇസ് നോ ഹോപ്പ്. ഇവൻ മേറ്ററിനോട് ഞാൻ സംസാരിച്ചു. മേറ്ററിനും പറഞ്ഞു ക്രൈസിസിലാണ് നമ്മൾ, സോ ഇത് എൻ്റെ തീരുമാനമല്ല, ഷീമ ട്രസ്റ്റിൻ്റെ ആണ്. സോ നമുക്ക് അൺഫോർച്ചുനേറ്റ്ലി നമുക്കില്ല. ഇനി ഭാവിയിൽ എന്തെങ്കിലും ഒരാൾ അവിടെ നിന്ന് ലീവ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാതെ പുതിയൊരു പോസ്റ്റ് വരത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ വേറൊരു ജോബിന് വേണ്ടി അപ്ലൈ ചെയ്തു. ആ ജോബിന് അപ്ലൈ ചെയ്തു. ഒരു 95 ആപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് നിന്ന് 15 നമ്പേഴ്സ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. എനിക്ക് ആ ജോബിന് ഞാൻ ഇൻ്റർവ്യൂവിന് പോയി. ആ ജോബ് എനിക്ക് കിട്ടി. ആ ജോബ് കിട്ടിയെന്ന് വിളിച്ച് പറഞ്ഞു. വൈകിട്ടായിപ്പോൾ എൻ്റെ അടുത്ത് അവർ തിരിച്ച് വിളിച്ചു പറഞ്ഞു, ഷീമ എഗെയിൻ വെരി സോറി, ഈ ക്രൈസിസ് കാരണം കൊണ്ട് കുറേ വാർഡുകൾ ക്ലോസ് ചെയ്യാണ്. അപ്പോൾ ആ വാർഡിലുള്ള സ്റ്റാഫിനെ റീഎംപ്ലോയ്മെൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് ഈ പോസ്റ്റ് കൊടുക്കണം, സോ നിനക്ക് തരാൻ പറ്റില്ല. അങ്ങനെ തടസ്സങ്ങളാണ്. അപ്പം എനിക്ക് സമാധാനമില്ല, വിഷമമാണ്. പക്ഷെ എന്തായാലും ഞാൻ പറഞ്ഞില്ല, മാതാവ് രക്ഷിക്കും. അപ്പം എന്നോട് എൻ്റെ കൂടെയുള്ള എല്ലാവരും പറഞ്ഞു, നീ ഒരുപാട് പ്രാർത്ഥിക്കണ കാരണം കൊണ്ടാണ് നിനക്കിങ്ങനെ വരുന്നത്, നീ ഇത്രയൊന്നും പണ്ട് പ്രാർത്ഥിക്കില്ലായിരുന്നു, അപ്പോൾ നിനക്ക് തടസ്സങ്ങൾ ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞു, ജോബിനെ ഈശോ പരീക്ഷിച്ചില്ലേ, അത് ജോബ് തള്ളി പറഞ്ഞില്ല, അതുപോലെ എന്നെ ഒരിക്കലും തള്ളി പറയില്ല. എന്നെങ്കിലും ഒരു സമയത്ത് ഞാൻ ആഗ്രഹിക്കുന്ന പോലെ എൻ്റെ കാര്യങ്ങൾ നടക്കുമെന്ന് പറഞ്ഞു. ഞാൻ വിശ്വാസം കൈവിട്ടില്ല. അപ്പം അങ്ങനെ ആ ജോബും കിട്ടിയില്ല. അതും സ്പെഷ്യലിസ്റ്റ് നഴ്സിൻ്റെ വേറൊരു സ്പെഷ്യലിസ്റ്റ് നഴ്സിൻ്റെ ജോബായിരുന്നു. അങ്ങനെ ഞാൻ തിരിച്ച് എൻ്റെ പഴയ ഓൾഡ് ജോബിലോട്ട് പോയി. 2 മാസം ചെയ്തോളൂ. ഒരു ദിവസം ഫ്രം നോവെയർ ഒരു ദിവസം പെട്ടെന്ന് എൻ്റെ മേറ്ററിന് എന്നെ വിളിച്ചു പറഞ്ഞു, ഷീമ വി ആർ ക്രിയേറ്റിംഗ് എ ന്യൂ പോസ്റ്റ്, സോ ആർ യു ഇൻട്രസ്റ്റഡ്? നമ്മൾ ഓഫ് കോഴ്സ് ഞാൻ ഇതിനു വേണ്ടിയാണ് വെയിറ്റ് ചെയ്തേ. സോ ഇൻ്റർവ്യൂ ചെയ്യുന്നത് ഞങ്ങൾ ആരുമല്ല, വേറൊരു മാനേജറാണ്, എന്നെ അറിയില്ല മാനേജറിന്. സോ യു ഹാവ് ടു പ്രിപ്പയർ വെൽ ബിക്കോസ് ദ ഇൻ്റർവ്യൂ ഹാസ് ടു ബി ഫെയർ ആൻഡ് സ്ക്വയർ. എല്ലാവർക്കും ഒരേപോലെ നമുക്ക് സൗകര്യങ്ങൾ കൊടുക്കണം. സോ നീ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് ഞങ്ങൾക്ക് പ്രോമിസ് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, എനിക്കതിന് പേടിയില്ല. അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു, എൻ്റെ മാതാവ് എൻ്റെ കൂടെ അടുത്തുള്ള കാലം എനിക്ക് പേടിയില്ല. അങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട്, എൻ്റെ ക്ലോസ് ഫ്രണ്ട് പെട്ടെന്ന് അറ്റാക്ക് വന്ന് മരിച്ചു. സോ ഞാൻ ഭയങ്കര ഗ്രീവിങ്സിലായിരുന്നു. ആ സമയത്താണ് അവൻ്റെ ബോഡി നാട്ടിലേക്ക് കൊണ്ടുവരുന്ന ആ ദിവസമാണ് എനിക്ക് ഇൻ്റർവ്യൂ. അപ്പോൾ എല്ലാവർക്കും ടെൻഷനായി, എൻ്റെ ഫ്രണ്ട്സിനൊക്കെ. കാരണം എങ്ങനെ പ്രിപ്പയർ ചെയ്യും ഇൻ്റർവ്യൂ, കാരണം ഹി വാസ് സോ ക്ലോസ് ടു മീ. എൻ്റെ കൂടെ 8 വർഷം ഞങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്തതാണ്. അപ്പോൾ 8:30 എനിക്ക് ഇൻ്റർവ്യൂ, 9 മണിക്ക് എനിക്ക് ഫ്യൂണറൽ സർവീസ്. സോ 8:30 ഞാൻ ഇൻ്റർവ്യൂവിന് കയറാൻ പോയി. ഞാൻ ഉപ്പ് കൊണ്ടുപോയി, മാതാവിൻ്റെ തൈലം തൊട്ട് പ്രാർത്ഥിച്ച് പോയി. കൊന്ത എപ്പോഴും എൻ്റെ കയ്യിൽ മാതാവിൻ്റെ കൊന്തയുണ്ട്, അതില്ലാതെ ഒരിക്കലും ഞാൻ ഒരിടത്തും പോവില്ല. അവിടെ ചെന്നു കയറി ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. ടേബിളിലും കയറിനോടത്തൊക്കെ ഉപ്പിട്ടു. അവരാദ്യം ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അപ്പോൾ ഈ മാനേജറെ എനിക്ക് അത്ര അറിയത്തില്ല, പുതിയ മാനേജറെ. എന്നോട് പറഞ്ഞു, ടെൻഷൻ ആവണ്ട ഷീമ, യു നോ ദ ജോബ് എനിവേ, പക്ഷേ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണം. ക്വസ്റ്റ്യൻ ചോദിച്ചു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചു, എനിക്ക് ആൻസർ വരുന്നില്ല, എൻ്റെ മനസ്സിലുണ്ട്, പുറത്തോട്ട് വരുന്നില്ല, സൗണ്ട് വരുന്നില്ല. ഞാനിങ്ങനെ 1 മിനിറ്റ്, ഞാൻ പറഞ്ഞു സോറി 1 മിനിറ്റ്, എനിക്ക് അങ്ങനെയൊന്നും നമ്മൾ പറയാൻ പാടില്ല, പക്ഷെ ഞാൻ പറഞ്ഞു സോറി 1 മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്യോ, ഒന്ന് വെയിറ്റ് ചെയ്യോ, ഇറ്റ്സ് ഓക്കെ, ടേക്ക് യുവർ ടൈം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മാതാവെ കൈവിടല്ലേ, ഈ ഒറ്റ വാക്ക ഞാൻ പറയുള്ളൂ എന്ത് വന്നാലും. പിന്നെ എനിക്കറിയില്ല എനിക്കെന്താ സംഭവിച്ചതെന്ന്. അവർ 45 മിനിറ്റ് 45 മിനിറ്റ്സ് ഇൻ്റർവ്യൂ ഫിനിഷ് ആയത് ഞാൻ അറിഞ്ഞില്ല. ഐ ഡിഡ് സോ ഫാൻറ്റാസ്റ്റിക്കലി. ആൻഡ് അത് കഴിഞ്ഞു ഞാൻ അവിടെ നിന്ന് ഇറങ്ങി നേരെ പോയി
എനിക്ക് ടെൻഷനൊന്നും തോന്നിയില്ല, കാരണം പക്ഷേ വേറെയും ആൾക്കാരുണ്ടായിരുന്നു. ഞാൻ ഫ്യൂണറലിന് പോയി, ഫ്യൂണറലിൽ ഇരുന്ന സമയത്ത് എന്നെ അവർ വിളിച്ച് പറഞ്ഞു, യു സെക്യൂർഡ് ദ ജോബ് ഷീമ, യു ഡിഡ് വെരി വെൽ. ഭയങ്കര സന്തോഷമായി, എനിക്ക് ആ ജോബ് കിട്ടി. മാതാവ് ഒറ്റ ആളാണ്. മാതാവ് പണ്ടും എന്നും എൻ്റെ കൂടെ മാതാവിന്. ഞാൻ മാതാവിന് ഭയങ്കര വിശ്വാസിയാണ്. ഞാനൊരു യാക്കോബായ സമാജത്തിലുള്ള, അപ്പം ഞങ്ങൾക്ക് കൊന്തയില്ല, അതൊന്നും അങ്ങനെ ഡെയിലി ഹോളി മാസ് ഇല്ല. പക്ഷേ ഞാൻ വളർന്നത് സ്കൂളിൽ പഠിച്ചത്, നേഴ്സിംഗ് പഠിച്ചതെല്ലാം സിസ്റ്റേഴ്സിൻ്റെ കൂടെയാണ്. അപ്പോൾ എനിക്ക് കൊന്ത അറിയാം, ആരാധന അറിയാം, എല്ലാം അറിയാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡെയിലി കൊന്ത ചൊല്ലും. അപ്പം അങ്ങനെ എനിക്ക് മാതാവിനോട് ഭയങ്കര ഒരു ബന്ധമാണ്. ഞാൻ എന്ത് ചോദിച്ചാലും മാതാവ് കൈവിടില്ല എന്നെനിക്കറിയാം. പക്ഷെ തടസ്സങ്ങൾ വരും. അപ്പോൾ ഞാൻ പറയും, എനിക്ക് കൂടെയുണ്ട്. ഇന്നും ഇന്നലത്തെയും ഡെയിലി ബ്രെഡിൽ അച്ഛൻ പറഞ്ഞു, നിങ്ങളുടെ കുരിശ് നിങ്ങൾ വഹിച്ചേ പറ്റുള്ളൂ. വി ഹാവ് ടു ബി എ പാർട്ട് ഓഫ് ദി പാഷൻ ഓഫ് ക്രൈസ്റ്റ്, ദെൻ ഓൺലി വി ക്യാൻ ഗോ ഹെഡ്. സോ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. നമുക്ക് തരുന്ന ദുരിതങ്ങൾ നമ്മൾ പരാതിപ്പെടാതെ അനുഭവിച്ച് കഴിഞ്ഞാൽ ദൈവം നമ്മളെ രക്ഷിക്കും. അങ്ങനെ എനിക്ക് ജോലി കിട്ടി, ഞാൻ ഹാപ്പിയാണ്. അപ്പോൾ ഇവിടെ എൻ്റെ എൻ്റെ അപ്പച്ചന് സുഖമില്ല, വയ്യ. അപ്പോൾ എനിക്ക് പെട്ടെന്ന് നാട്ടിലോട്ട് വരേണ്ടി വന്നു. ഇപ്പം ഞാൻ നാട്ടിൽ വന്നു, കഴിഞ്ഞ് ലാസ്റ്റ് ഫ്രൈഡേ വന്നു. അന്ന് തന്നെ എനിക്കൊരു ആക്സിഡൻറ്റ് പറ്റി. ഞാനിരുന്ന സൈഡ് കൊണ്ടുപോയി 2 പ്രാവശ്യം ഇലക്ട്രിക് പോസ്റ്റയിൽ ഇടിച്ചു. 1-2 പ്രാവശ്യം. എന്നിട്ട് കറങ്ങി 3ാമത് ഇടിച്ചു. എൻ്റെ സൈഡ് മാത്രം. എൻ്റെ സൈഡ് കാറ് കംപ്ലീറ്റ് പൊളിഞ്ഞു. കാറ് ഡോർ അകത്തോട്ട് പോയി. എന്നെ കാറ് ചവിട്ടി പൊളിച്ചാണ് ആളുകൾ പുറത്തെടുത്തപ്പോൾ എല്ലാവരും, കാറിൻ്റെ അവസ്ഥ കൊണ്ട് എല്ലാവരും പറഞ്ഞു, ആ കൊച്ചു മരിച്ചു, അല്ലെങ്കിൽ കൊച്ചിന് എന്തോ സീരിയസ് ആയിട്ട് പറ്റിയിട്ടുണ്ട്. എന്നെ അപ്പം തന്നെ വണ്ടി വിളിച്ച് ഒരു ചേട്ടൻ ആ വണ്ടിയെ ഒരു വാനിൽ കയറ്റി അപ്പം തന്നെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയി. അപ്പോൾ എനിക്ക് ഈ സൈഡ് പൊങ്ങുന്നില്ല, കഴുത്തിൻ്റെ ഈ സൈഡ് വയ്യ, കൈ പൊങ്ങുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ നെർവിന് എന്തോ പറ്റിയിട്ടുണ്ട്, അറിയില്ല. അതൊക്കെ ആ ചേട്ടൻ പിന്നെ ഞാൻ കയറിയപ്പോൾ മുതൽ എൻ്റെ ഈ കാശ് രൂപം ഞാൻ ഉടമ്പെഴുത്ത പോലെ എൻ്റെ താലിയിലുണ്ട്. അപ്പോൾ ഈ രൂപവും ആ വണ്ടിയിലൊരു കൊന്തയുണ്ടായിരുന്നു എന്ന് ആ ചേട്ടൻ പറയണം. ഞാൻ അതും പിടിച്ച് മാതാവെ കൈവിടല്ലേ എന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിച്ചോളൂ. ഒരു പരാതി ഞാൻ പറഞ്ഞില്ല, എന്താ എനിക്കിങ്ങനെ പറ്റിയെന്ന് ഞാൻ ചോദിച്ചില്ല. മാതാവെ കൈവിടല്ലേ എന്ന് പറഞ്ഞു. വേദനയായിരുന്നു. അവിടെ ചെന്നു, ഹോസ്പിറ്റലിൽ എനിക്ക് കിടക്കാൻ പറ്റുന്നില്ല, ഇരിക്കാൻ പറ്റുന്നില്ല. അവർ കുറേ ഇഞ്ചക്ഷനൊക്കെ തന്നു, CT ഒക്കെ ചെയ്തു. CT ഹോൾ ബോഡി ചെയ്തു, തല ചെയ്തു. എനിക്കൊരു കുഴപ്പമില്ല, ആരും വിശ്വസിക്കുന്നില്ല. എനിക്ക് പറ്റി. നിങ്ങൾക്ക് കാണുമെന്നറിയില്ല, സീറ്റ് ബെൽറ്റ് കുരുങ്ങി, ഇവിടെ കുറേ മുറിഞ്ഞു, പിന്നെ ഇവിടെയൊക്കെ കുറേ ബ്രൂസസ് ഒക്കെ ഉണ്ട്. പക്ഷേ ഒരുപാട് അത്ഭുതങ്ങൾ മാതാവ് എനിക്ക് തന്നിട്ടുണ്ടെങ്കിലും ഇതെന്ന് പറഞ്ഞാൽ മാതാവിനെ ഇറങ്ങി വന്ന് എന്നെ രക്ഷിച്ചതാണ്. പറഞ്ഞാൽ അതെനിക്ക് പറയാനറിയില്ല എങ്ങനെയാണെന്ന്. എല്ലാവരും പറഞ്ഞു, ഈ കൊച്ച് ഇതുപോലെ ഇങ്ങനെ ഇരിക്കണമെങ്കിൽ എന്നെ കാണാൻ ഒരുപാട് പേര് വന്നു. പറഞ്ഞു, ഈ കൊച്ചാണോ, ആ വണ്ടി കിടക്കണം കണ്ടു കഴിഞ്ഞാൽ ഈ കൊച്ച് ജീവനോടെ ഉണ്ടെന്ന് എനിക്ക് വിചാരിക്കില്ല. ഞാൻ പറഞ്ഞു, മാതാവ് രക്ഷിച്ചത് ആ മാതാവിൻ്റെ അനുഗ്രഹവും പ്രസൻസും പ്രൊട്ടക്ഷനും അറിയാൻ വേണ്ടിയിട്ട് എനിക്കൊരടയാളം നേരിട്ട് ലോകത്തോട് വിളിച്ചു പറയാൻ. ഇപ്പം ഞാനിവിടെ വന്ന് സാക്ഷ്യം പറയാൻ തന്നെ വന്നതാണ്. പക്ഷേ അപ്പം എനിക്ക് പറയാനായിട്ട് എൻ്റെ ജോലി മാത്രമേ ഉണ്ടാവുമായിരുന്നുള്ളൂ. ഇത് കൂടാതെ ഒത്തിരി അനുഗ്രഹങ്ങളുണ്ട്, പക്ഷേ എല്ലാം ഇവിടെ പറയാൻ സമയമില്ല. അപ്പം ഇതിലും വലിയൊരു അനുഗ്രഹം എനിക്ക് ലോകത്ത് കിട്ടാനില്ല. അപ്പോൾ എന്നെ ആക്സിഡൻറ്റിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ ചേട്ടൻ തിരിച്ചിട്ട് രാത്രി എന്നെ കാണാൻ വന്നപ്പോൾ പറയുവാണ്, ആ ചേട്ടൻ വിചാരിച്ചു എനിക്കെന്തോ ഞാൻ തളർന്നു പോയി ഈ സൈഡിൽ നിന്ന് വിചാരിച്ചു. പക്ഷേ ഈ കൊച്ച് വണ്ടി കയറിയപ്പോൾ മുതൽ ഈ കൊന്തയും പിടിക്കും, ഈ കാശുരൂപവും പിടിക്കും. എന്നിട്ട് മാതാവേ കൈവിടലേ എന്ന് മാത്രമേ പറയുള്ളൂ. അപ്പം എനിക്ക് മനസ്സിലായി, ഈ കൊച്ചിന് ഒന്നും മാതാവ് വരുത്തില്ല. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും ഈശോയ്ക്കച്ചനും 1000 നന്ദി. എന്നെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി ഉയർത്തിയതിന് 1000 നന്ദി. പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഞാൻ ചെയ്യുന്നത്, ഇവിടുന്ന് ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ പേപ്പർ മേടിച്ചുകൊണ്ട് പോയായിരുന്നു. അവിടെ ഞാനത് എല്ലാവർക്കും കൊടുത്തു. മലയാളം മേടിച്ചുകൊണ്ട് പോയത് അപ്പോൾ ഇംഗ്ലീഷുകാർക്ക് അറിയത്തില്ല. അപ്പോൾ ഇംഗ്ലീഷുകാർക്ക് ഞാൻ ഇംഗ്ലീഷ് ടെസ്റ്റിമണിയൊക്കെ ഷെയർ ചെയ്ത് കാണിക്കാറുണ്ട്. ഇപ്പം ഞാൻ ഇംഗ്ലീഷ് പത്രവും മേടിച്ചിട്ടുണ്ട്. പിന്നെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് എന്നും കേൾക്കും, അത് ഷെയർ ചെയ്യുന്നുണ്ട്, എല്ലാവർക്കും സ്റ്റാറ്റസായിട്ട് ഇടുന്നുണ്ട്. അച്ഛൻ്റെ ചൊവ്വാഴ്ചത്തെ ധ്യാനം കേൾക്കുന്നുണ്ട്. ഫേസ്ബുക്കിലും വാട്സപ്പിലും എല്ലാം ഷെയർ ചെയ്യും. എന്നെ അറിയാവുന്നവർക്കും എല്ലാവരും എന്നോട് പറയും, കൃപാസന മാതാവിൻ്റെ അവൾ എന്ത് ചോദിച്ചാലും മാതാവ് നടത്തിത്തരും. എല്ലാവരും എൻ്റെ അവിടെ ആ ഹോസ്പിറ്റലിൽ ഇംഗ്ലീഷുകാർ ഉൾപ്പെടെ എന്നോട് ചോദിക്കുക, എങ്ങനെ ജോബിൻ്റെ കാര്യം, എങ്ങനെ ഇങ്ങനെ ഒരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തു ഈ നമ്മുടെ ട്രസ്റ്റിൽ, നിനക്ക് വേണ്ടി എങ്ങനെ ഉണ്ടാക്കാൻ പറ്റി? കാരണം ഇവിടെ കംപ്ലീറ്റ് വേറെ ഒരു ജോബ് ആർക്കും കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ കൂടെ എനിക്കുള്ളത് എൻ്റെ മാതാവാണ്.
കഷ്ടപ്പെടും, പക്ഷെ എനിക്ക് വരും, നമുക്ക് തരും. കാരുണ്യ പ്രവർത്തനങ്ങളായിട്ട് ഞാൻ ചെയ്യുന്നത്, ഞാൻ അവിടെ ചാരിറ്റി സർവീസ് ചെയ്യുന്നുണ്ട്, ഫുഡ് ബാങ്കിൽ ഫുഡ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഞാൻ എല്ലാ മാസവും എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലും ഇവിടെ വീട്ടിലും പൈസ കൊടുത്ത് അമ്മച്ചിമാരിലും പൈസ കൊടുത്ത് അവർ പാവങ്ങൾക്ക് ഇങ്ങനെ പൊതിച്ചോറോ അല്ലെങ്കിൽ ഇപ്പോൾ ഡയാലിസിസിന് ആവശ്യം അങ്ങനെ ഫിനാൻഷ്യലി ഞങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ എന്നെക്കൊണ്ടാവുന്ന എല്ലാ ഇതും ചെയ്യുന്നുണ്ട്. ആത്മീയ വളർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പണ്ടൊക്കെ നമുക്ക് പ്രാർത്ഥിക്കും, പണ്ടും എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കും. പക്ഷെ പണ്ട് പ്രാർത്ഥന ഒരു ചടങ്ങ്, ദൈവ കുടുംബ പ്രാർത്ഥന അത്രയൊക്കെ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പ്രാർത്ഥിക്കാതെ പറ്റില്ല, എപ്പോഴും കൂടെ വേണം. ഇപ്പോൾ സമയം കിട്ടുമ്പോൾ ഇപ്പോൾ ബസ്സിൽ വരുമ്പോഴും എല്ലപ്പോഴും ഞാൻ കൊന്തയൊല്ലും പ്രാർത്ഥിക്കും. പിന്നെ ക്ഷമിക്കാൻ പഠിച്ചു. ഇവൻ എൻ്റെ തെറ്റല്ല എങ്കിലും ഈശോ പറഞ്ഞേക്കണ ക്ഷമിക്കാനാണ്. നമ്മൾ ക്ഷമിച്ചാൽ നമ്മളോട് ക്ഷമിക്കും. പിന്നെ ഞാൻ ചിന്തിക്കുന്നത് എൻ്റെ പേരൻസിന് ഇവിടെ ആരുമില്ല. അപ്പം അവിടെ ഞാൻ നോക്കുന്ന രോഗികളിൽ ഞാൻ കാണുന്നവർ, ഞാൻ എൻ്റെ പേരൻസിനെ കണ്ട് ഞാൻ അവർക്ക് ശുശ്രൂഷ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ അപ്പനും അമ്മയ്ക്കും നാട്ടിൽ ആരെങ്കിലുമൊക്കെ സഹായത്തിന് വരും. ആ സമയത്ത് വേറെ ആരുമില്ല. അതിൽ ഉറച്ച് വിശ്വസിക്കുന്നു. എല്ലാ അനുഗ്രഹങ്ങളിൽ നിന്ന്, ഇത്ര അനുഗ്രഹങ്ങളിൽ നിന്ന് ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. എന്നും മാതാവിൻ്റെ കൂടെ, മാതാവിൻ്റെ മോളായിട്ട് ജീവിക്കാനാണ് എനിക്കിഷ്ടം. ഈശോയോട് കൂടെ, ഈശോയെ സ്നേഹിച്ച്. താങ്ക് യു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 41-ാം അധ്യായം 10-ാം തിരുവചനം. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലത്തുകൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. ഈ അൽത്താരയിൽ മകൾ പങ്കുവച്ചത് വലിയ 2 കാര്യങ്ങൾക്ക്, ഈശോ നൽകിയ അനുഗ്രഹങ്ങൾക്ക് സാക്ഷ്യം പറയാനാണ്, നന്ദി പറയാനാണ് ഈ മകൾ ഇവിടെ എത്തിയത്. ഈ മകൾക്ക് നഴ്സ് സ്പെഷ്യലിസ്റ്റ് എന്ന ഒരു പ്രൊമോഷന് വേണ്ടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് വളരെ പെട്ടെന്ന് വളരെ കോൺഫിഡൻസോടുകൂടി എനിക്കിനി നൈറ്റ് ഡ്യൂട്ടി ചെയ്യേണ്ട, എനിക്ക് വളരെ റിലാക്സ്ഡായി വളരെ കംഫർട്ടബിളായി അവിടെ ജോലി ചെയ്യാം എന്നുള്ള വലിയ ആശ്വാസത്തിലിരിക്കുമ്പോഴാണ് ഓൾ ഓഫ് എ സഡൻ ഈ മകളോട് പറയുന്നത്, നിനക്കിവിടെ വേക്കൻസി ഇല്ല, നീ ഇവിടെ വെയിറ്റ് ചെയ്യുന്ന ആ ഒരു കാര്യം സാധ്യമല്ല, നിനക്ക് തിരിച്ചു പോകാം. വളരെ തകർന്ന മനസ്സോടുകൂടി ഈ മകൾ പ്രാർത്ഥിക്കുകയും പരിശുദ്ധ അമ്മ ഉടൻ പരിഹാരം എന്നോണം ഈ മകളുടെ ആ ഉടമ്പടി പ്രാർത്ഥന ഏറ്റെടുക്കുകയും ഈശോയിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്തതിൻ്റെ ഒരു വലിയ നന്ദി പ്രകാശനമാണ് ഈ മകളുടെ സാക്ഷ്യം. നമുക്കറിയാം, എനിക്ക് വേണ്ടി ദൈവം സമുദ്രത്തിൽ ഒരു വഴി തീർക്കുന്നവനാണ്. എൻ്റെ സങ്കടക്കടലിൻ്റെ മുകളിലൂടെ ഈശോ കടന്നു വന്നവനാണ്. എൻ്റെ കാറ്റിനെയും കോളിനെയും ശാന്തമാക്കിയവനാണ്. എങ്കിലും ചിലപ്പോഴെല്ലാം ഞാൻ സംശയിക്കുന്നുണ്ട്. അവിടെയെല്ലാം ഈശോ പറയുന്നുണ്ട്, നാം എത്ര തന്നെ അത് ഭൂതമാണ് എന്ന് ഈശോയെക്കുറിച്ച് പറഞ്ഞാലും അത് കർത്താവാണെന്ന് തിരിച്ചറിയാനുള്ള ഒരു തിരിച്ചറിവ്, ഒരു വലിയ വിജ്ഞാനം നമുക്ക് വചനത്തിലൂടെ ലഭിക്കുമെന്നാണ്. വചനത്തിൽ അധിഷ്ഠിതമായ ഒരു കടപ്പാട് മാത്രം, അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യനായി ജനിച്ചതുകൊണ്ടുള്ള എൻ്റെ ചില കടമകൾ മാത്രമായിരുന്നു എൻ്റെ പ്രാർത്ഥനാ ജീവിതം. പക്ഷെ അതിൽ നിന്നെല്ലാം മുന്നേറി എൻ്റെ ഈശോയുമായുള്ള ഒരു സംഭാഷണത്തിലേക്ക്, ഈശോയുമായുള്ള കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു വലിയ അധികാരം കൂടി, അഭിഷേകം കൂടി ഇന്ന് ഉടമ്പടി പ്രാർത്ഥനയിലൂടെ മകൾക്ക് ലഭിച്ചിരിക്കുകയാണ്. അതുപോലെ മകൾ പറയുന്നു, എനിക്കുണ്ടായ വലിയ, ഇവിടെ വന്ന് സാക്ഷ്യം പറയാനായി എത്തിയപ്പോഴുണ്ടായ വലിയൊരു ആക്സിഡൻറ്റിനെ കുറിച്ച്. ഈ മകൾ മരിച്ചുപോയി എന്ന് എല്ലാവരും വിചാരിച്ച ഒരവസ്ഥയിൽ നിന്ന് ചെറിയ ചെറിയ മുറിവുകളിലൂടെ ഇന്ന് വലിയ പ്രത്യക്ഷീകരണ സാക്ഷ്യവുമായി ഈ മകൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. അതിന് കാരണം ഈ മകളുടെ ആയുധങ്ങളാണ്, ആത്മീയ ആയുധങ്ങൾ. എപ്പോഴും ഇവിടെ നിന്ന് ലഭിക്കുന്ന നേർച്ച വസ്തുക്കൾ ഈ മകളുടെ കയ്യിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒട്ടും തന്നെ ഭയപ്പെടേണ്ട. പരീക്ഷകളുടെ സമയത്തും അതുപോലെ തന്നെ യാത്രാ സമയങ്ങളിലും എല്ലാം എപ്പോഴാണോ തൻ്റെ അപകടസ്ഥിതി, താൻ മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിൽ കൂടെ നടക്കുന്നെങ്കിലും ഞാൻ ഭയപ്പെടുകയില്ല, കാരണം എൻ്റെ അമ്മ എൻ്റെ കൂടെയുണ്ട്. അമ്മയെ കൈവിടല്ലേ എന്നാണ് ഈ മകൾ എപ്പോഴും പ്രാർത്ഥിക്കുന്നത്. അവിടെ അമ്മ നമ്മുടെ രക്ഷയ്ക്കായി എത്തുകയാണ്. അമ്മ കൈമാറുന്ന ഓരോ ഡോക്യുമെൻറ്റും, നമ്മെക്കുറിച്ചുള്ള ഓരോ റിപ്പോർട്ടും ഈശോ ഏറ്റെടുക്കുകയാണ്. ഈ മകൾക്ക് വലിയ സൗഖ്യവും സമാധാനവും
നൽകി മകളെ ആശ്വസിപ്പിച്ചിരിക്കുകയാണ്. നമുക്ക് ചിലപ്പോഴെല്ലാം തോന്നും, എൻ്റെ ഡെയിലി ബ്രെഡ് എനിക്ക് എവിടെ നിന്ന് കിട്ടും? ആകാശത്തുനിന്ന് മന്ന പൊഴിച്ച ദൈവം എനിക്കത് നൽകും. അഹറോൻ്റെ വടി തളിർപ്പിച്ച ദൈവം എൻ്റെ ജീവിതത്തിൽ വീണ്ടും ഐശ്വര്യങ്ങൾ എനിക്ക് വീണ്ടും വേര് പിടിക്കുകയും പച്ചിലകളും എൻ്റെ കായ്കളും പൂക്കളും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്യുന്ന പ്രതീക്ഷ നൽകുന്ന ഒരു വലിയ പ്രാർത്ഥനാ പദ്ധതിയാണ് ഉടമ്പടി ജീവിതം. ഒന്ന് മാത്രമേ ചെയ്യാനുള്ളൂ, ഈശോയോട് ചേർന്ന് നിൽക്കുക. പരിശുദ്ധാമ്മ നമുക്കുള്ള ഗ്രീൻ സിഗ്നൽ ഉണ്ടായിരിക്കും, സാമീപ്യം നൽകും. നമ്മുടെ എല്ലാവരുടെയും സങ്കടത്തിൻ്റെ നിയോഗങ്ങളെ ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് ഈശോയ്ക്കും പരിശുദ്ധാമ്മയ്ക്കും നല്ല ഒരു താങ്ക്സ് ഗിവിൻ്റെ കയ്യടി നൽകി ഈ സാക്ഷി നമുക്ക് ദൈവനാമം മഹത്വപ്പെടട്ടെ. ആദ്യമായി അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കി ഈ ആൾത്താരിൽ നിന്ന് സാക്ഷ്യം പറയാൻ എന്നെ ഒരുക്കിയ എൻ്റെ അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് അജി സനേഷ്. ഞാൻ UK നിന്നാണ് വരുന്നത്. നാട്ടിലിവിടെ ചാലക്കുടി, കൊരട്ടി, വാളൂർ ഇടവാംഗമാണ്. ഞാൻ UK 2022 സീനിയർ കെയർ വിസയിലാണ് ആദ്യമായി പോകുന്നത്. അങ്ങനെ 2022 ഞാൻ സീനിയർ കെയർ വിസയിൽ UK എത്തുകയും അവിടെ ചെന്ന് ഞാൻ വർക്ക് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. കെയറായിട്ടാണ് ആദ്യം വർക്ക് ചെയ്തത്. 6 മാസത്തോളമാണ് ഞാൻ കെയറായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളൂ. അത് കഴിയുമ്പോഴേക്കും അവരെനിക്ക് മെഡിക്കേഷൻ ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ട് ട്രെയിനിങ് കമ്മ്യൂണിറ്റി ലീഡർ എന്ന പോസ്റ്റ് തന്ന് മെഡിക്കേഷൻ ട്രെയിനിങ് തരികയും ഞാൻ മെഡിക്കേഷൻ കൊടുക്കുകയും ചെയ്തു. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ UK പുതിയൊരു നിയമം വരികയും 1 വർഷത്തോളം കെയർ ഹോമിൽ നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എലിജിബിൾ ആണെങ്കിൽ കെയർ ഹോമിൽ നിന്ന് അവർ ലെറ്റർ തരികയും എനിക്ക് നേഴ്സാവാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ അവർ എന്നോട് പറഞ്ഞ് നേഴ്സ് ആക്കാം. അതുകൊണ്ട് അജിയുടെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തോ. ഞാൻ NMCയുടെ എൻ്റെ ഓൺലൈൻ സൈറ്റിൽ എൻ്റെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു. OSCE CBT 2 എക്സാം എനിക്ക് പാസ്സാകാനുണ്ടായിരുന്നു. ഞാൻ OSCE എക്സാം 2023 നവംബറിലാണ് OSCE എക്സാം ആദ്യമായിട്ട് എഴുതാൻ പോയത്. അവിടെ വെച്ചാണ് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് OSCE എക്സാമിന് പോകാൻ നിൽക്കുമ്പോൾ അവളിവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുള്ളതാണ്. അവളുടെ കയ്യിൽ നേർച്ച വസ്തുക്കളുണ്ടായിരുന്നു, ഉപ്പ്. അവളെനിക്ക് ഉപ്പ് തരികയും എന്നോട് പറഞ്ഞു, നീ പേടിക്കേണ്ട, ഓൺലൈനിൽ ലൈറ്റ് ക്യാൻഡി പ്രെയർ റിക്വസ്റ്റ് ഇടണം. അതുപോലെ തന്നെ ഈ ഉപ്പ് കയ്യിൽ കരുതി എക്സാം ഹാളിൽ ചെന്ന് നമ്മൾ എക്സാമിനിരിക്കുമ്പോൾ അതിൻ്റെ ചെയറിൻ്റെ താഴെ ആരും ചവിട്ടാത്ത സ്ഥലത്ത് ഈ ഉപ്പിടുകയും ഈ ഉപ്പിൽ നിന്ന് ഒരു നുള്ളി നീ വെള്ളത്തിലിട്ട് കുടിക്കുകയും ചെയ്യുക. ബാക്കിയെല്ലാം അമ്മ മാതാവ് കാത്തുകൊള്ളും. അങ്ങനെ ഞാൻ എക്സാം പോയി. ഞാൻ വിചാരിച്ചു ഞാനെല്ലാം പഠിച്ച് ഞാൻ ക്വാളിഫൈഡ് ആണെന്ന് വിചാരിച്ചു. അവിടെ ചെന്നു. പക്ഷേ എനിക്കൊന്നും തന്നെ എഴുതാനോ പഠിക്കാനോ കിട്ടിയില്ല. എല്ലാത്തിനും ഞാൻ 10 സ്റ്റേഷനും ഫെയിലാവുമെന്ന് ഞാൻ വിചാരിച്ചു. അവരൊരു മോഡൽ എക്സാം എടുത്തു. അതിൽ 6 സ്റ്റേഷൻ ഞാൻ പാസ്സായുള്ളൂ. അപ്പോൾ എനിക്ക് ഉറപ്പായി ഞാൻ മിക്കവാറും 10 സ്റ്റേഷനിൽ 5 സ്റ്റേഷനും ഫെയിലായി തിരിച്ചു വരേണ്ടി വരും. ഞാൻ ആകെ ടെൻഷൻ അടിച്ചു. ഞാൻ അമ്മ മാതാവിന് എന്നും 5:30 പ്രാർത്ഥന, അമ്മയുടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലാറുണ്ട് തിരികെത്തിച്ച് വെച്ച്. അങ്ങനെ ഞാൻ എക്സാം ഹാളിൽ ചെന്നു. എക്സാമിനിരുന്നു. ഓരോരുത്തർക്കും ഓരോ സെക്ഷനിലാണ് എക്സാം. എനിക്ക് തന്ന ചെയറിൻ്റെ കീഴിലായി ഞാൻ അവൾ തന്ന ഉപ്പിൻ്റെ ഒരു ലേശം ഇടുകയും ബാക്കി ഉപ്പ് എൻ്റെ പോക്കറ്റിലിട്ട് ഞാനത് ഓരോ സ്റ്റേഷൻ കഴിഞ്ഞിറങ്ങുമ്പോഴും ഞാനത് വെള്ളത്തിലിട്ട് കുടിക്കുകയും ചെയ്തു. അങ്ങനെ ഞാൻ എൻ്റെ 10 സ്റ്റേഷനും കംപ്ലീറ്റായി. ഞാൻ തിരിച്ചു വന്നു. എക്സാം എനിക്ക് ടഫായിരുന്നു, വലിയ പ്രതീക്ഷയൊന്നുമില്ലായിരുന്നു. പക്ഷേ പിറ്റേ ദിവസം റിസൾട്ട് വന്നു. എക്സാമിന് 10 സ്റ്റേഷനും ഞാൻ പാസ്സായി. അന്ന് ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ല. അന്ന് ഞാൻ വിചാരിച്ചു ഞാൻ നാട്ടിൽ വരുമ്പോൾ എങ്ങനെയായാലും ഇവിടെ വരും, ഉടമ്പടി വന്ന് എടുക്കണമെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ 2024 ഞാൻ ഇവിടെ വന്നു, നാട്ടിൽ വന്നു. ഞാൻ എൻ്റെ OSCEയും CBTയും എല്ലാ എക്സാം പാസ്സായി. പക്ഷേ അവർ പിൻ നമ്പറിനെ കുറിച്ച് എനിക്കൊന്നും തന്നെ എന്നോട് പറഞ്ഞില്ല. വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ 2024 മെയ് മാസം നാട്ടിൽ വരികയും എൻ്റെ മക്കളുടെ ആദ്യ കുർബാന സ്വീകരണത്തിനാണ് വന്നത്. അപ്പോൾ 2 പേരുടെ ആദ്യ കുർബാന നല്ല രീതിയിൽ നടന്നു. അപ്പോൾ ഞങ്ങളെ അച്ഛൻ പറയും പോലെ ചില ആൾക്കാർ ഇവിടെ ടൂറ് പോകുമ്പോൾ കയറുന്ന പോലെ ഞാനും ഇവിടെ വന്ന് കയറി. ഞങ്ങൾ ഇവിടെ ടൂറ് പോകാൻ വന്നതാണ്, ബോട്ടിങ്ങിന്. അങ്ങനെ തിരിച്ചു പോകുമ്പോഴാണ് ഇവിടെ വന്ന് കയറിയത്. എനിക്ക് ഉടമ്പടി എടുക്കാൻ സാധിച്ചില്ല, ഭയങ്കര തിരക്കായിരുന്നു. ഹസ്ബൻഡ് പറഞ്ഞു നമുക്ക് പോകാം, പിന്നെ ഒരു ദിവസം വരാമെന്ന് പറഞ്ഞു. പക്ഷേ പിന്നീട് വരാൻ പറ്റിയില്ല. ഞാൻ പക്ഷേ പിന്നമ്മനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു പോയി. പക്ഷേ ഒന്നും നടന്നില്ല. അവരെന്നോടൊന്നും ഒരു ഉറപ്പും പറഞ്ഞില്ല. അങ്ങനെ മാസങ്ങൾ കടന്നുപോയി. ഞാൻ 2024 ഒക്ടോബർ അവസാനമായപ്പോൾ ഞാൻ അവരോട് സംസാരിച്ചു. അപ്പോൾ അവർ പറഞ്ഞു അജി OET എക്സാം എഴുതണം എന്ന് നവംബറിൽ പറഞ്ഞു എന്നോട്. ഞാൻ OET ഇതുവരെ എഴുതിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ ആകെ ടെൻഷനായി പോയി. OET എക്സാം ആകെ ഇനി 1 വർഷം കൂടെ എൻ്റെ മുന്നിലുള്ളൂ. ആ 1 വർഷം കഴിഞ്ഞ് എൻ്റെ OSCEയുടെ വാലിഡിറ്റി തീരും. അതിനുള്ളിൽ എനിക്ക് പിൻ നമ്പർ കിട്ടിയില്ലെങ്കിൽ ഞാൻ ആദ്യം മുതൽ എല്ലാ 3 എക്സാമുകളും വീണ്ടും എഴുതേണ്ടതായിട്ട് വരും.
ഞാനപ്പോൾ വീണ്ടും വിചാരിച്ചു OET പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ 2024 ഞാൻ OET ഓൺലൈൻ ക്ലാസ് എടുത്ത് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. മാർച്ചിൽ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ 2025 ഫെബ്രുവരി 17-ാം തീയതി രണ്ടും കൽപ്പിച്ച് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു. എന്നെക്കൊണ്ട് സാധിക്കില്ല എന്ന് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷേ അങ്ങനെയല്ല. ഞാനതിൽ ഒരുപാട് യൂട്യൂബുകൾ ഞാൻ കണ്ടു, ഓൺലൈനിനെ കുറിച്ച് ഒരുപാട് സാക്ഷ്യങ്ങൾ ഞാൻ കേട്ടു. അങ്ങനെ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എൻ്റെ കയ്യിൽ തിരി ഉണ്ടായിരുന്നു, പക്ഷേ ഉപ്പും തേനും ഉണ്ടായിരുന്നു. തൈലം എൻ്റെ കയ്യിലുണ്ടായാലും ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്ത കാരണം എനിക്കത് കിട്ടിയില്ലായിരുന്നു. അങ്ങനെ ഞാൻ പ്രാർത്ഥന തുടങ്ങി. എല്ലാ ദിവസവും പള്ളിയിൽ പോകാൻ തുടങ്ങി. അവിടെ എനിക്കൊരു മലയാളി സിസ്റ്ററിനെ എനിക്ക് കൂട്ടുകിട്ടി. ആ സിസ്റ്റർ അവിടെ അന്ന് ഒക്ടോബർ മാസത്തിൽ അങ്ങോട്ട് വന്നതാണ്. ആ സിസ്റ്റർ എന്നോട് ഇങ്ങോട്ട് വന്ന് സംസാരിക്കുകയും എന്നോട് എല്ലാ ദിവസവും പള്ളി വരാൻ പറയുകയും ചെയ്തു. അങ്ങനെ ഞാൻ എല്ലാ ദിവസവും പള്ളി വരികയും 2 ആഴ്ച അല്ലെങ്കിൽ മാക്സിമം 1 മാസത്തിനുള്ളിൽ കുമ്പസാരിക്കാനും തുടങ്ങി. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ നൈറ്റ് ഷിഫ്റ്റാണ് ചെയ്യുന്നത്. നൈറ്റ് ഷിഫ്റ്റിൽ ബ്രേക്കിൻ്റെ സമയത്തൊക്കെ ഞാൻ തിരിവെത്തിച്ച് വെച്ച് കണ്ണീരോടെ ഞാൻ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. ഒന്നെങ്കിൽ ഞാൻ OET എഴുതി പാസ്സാവണം, അല്ലെങ്കിൽ എനിക്ക് അവർ ലെറ്റർ തന്ന് ഞാൻ നഴ്സാവണം. ഇതായിരുന്നു എൻ്റേത്. കാരണം അവരെല്ലാവരും ഞാൻ മാത്രമായി, ബാക്കി എല്ലാവരും അവർ എന്തൊക്കെയോ കാരണങ്ങൾ പറഞ്ഞ് ഒഴിവാക്കി. എന്നെ മാത്രം അവർക്ക് ഒഴിവാക്കാൻ പറ്റാതെ വന്നു. അപ്പം ഞാൻ അങ്ങനെ വെച്ച് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി അവരെന്നോട് പറഞ്ഞു എക്സാം എഴുതി കഴിഞ്ഞ് കഴിയുമ്പോൾ അജി എന്നെ വന്ന് കാണാൻ പറഞ്ഞു. ഞാനങ്ങനെ എക്സാം കഴിഞ്ഞപ്പോൾ ഞാൻ വന്ന് അവരുടെ അടുത്ത് ചെന്നു. അവരോട് പറഞ്ഞു ഞാൻ അങ്ങനെ എക്സാം എഴുതിയിട്ടുണ്ട്, ഡേറ്റും പറഞ്ഞു. അതിൻ്റെ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് എക്സാമിന് 2 നല്ല മാർക്ക്, 2 എനിക്ക് മാർക്ക് കുറവായിരുന്നു. അപ്പോൾ എനിക്കൊരു ടെൻഷനായി. 3 കിട്ടുമായിരുന്നെങ്കിൽ എനിക്ക് എങ്ങനെയും പറയാമായിരുന്നു. പക്ഷെ ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചു. അപ്പോൾ അമ്മ മാതാവ് എന്നോട് പറഞ്ഞു പോയി പറയും. ഞാനങ്ങനെ അവരുടെ അടുത്ത് പോയി മാനേജ്മെൻറ്റ് ഞാൻ പറഞ്ഞു എനിക്ക് 2 കിട്ടിയിട്ടുള്ളൂ, 2 ഇതാണ് സ്കോർ എന്നും പറഞ്ഞു. അവരെന്നോട് പറഞ്ഞു ഞങ്ങൾ ഡിസ്കസ് ചെയ്ത് അജിക്ക് മെയിൽ അയക്കാമെന്ന് പറഞ്ഞു. ഞാൻ തിരിച്ചു പോന്നു. പക്ഷേ ഒരാഴ്ചയായിട്ട് എനിക്കൊന്നും തന്നെ ഒരു മെയിലും വന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി വീണ്ടും OETക്ക് എക്സാം ഡേറ്റ് എടുക്കാം, വേറെ എൻ്റെ മുന്നിൽ ഒരു ഓപ്ഷനുമില്ല. ഞാനങ്ങനെ OETയുടെ എക്സാം 2ാമത് എടുത്തു. പക്ഷേ അതിനിടയ്ക്ക് അവരെനിക്ക് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് മെയിൽ അയച്ചു, അജി എന്നെ വന്ന് കാണണം, അജിയോട് ഞങ്ങൾക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞു. ഞാൻ ആ മെയിലിന് റിപ്ലൈ ഞാൻ ഇവിടെ സാക്ഷ്യത്തിൽ കേട്ടിട്ടുണ്ട്. എല്ലാവർക്കും ഉടമ്പടി ധ്യാനങ്ങൾ കഴിയുമ്പോഴാണ് ഓരോരോ സൗഖ്യങ്ങളും അനുഗ്രഹങ്ങളും ലഭിച്ചുകൊണ്ടിരുന്നത്. ഞാനും വിചാരിച്ചു ഒരു ചൊവ്വാഴ്ച എനിക്കും ഉടമ്പടി ധ്യാനം കഴിയുമ്പോൾ എന്നോട് നല്ലൊരു പോസിറ്റീവ് ഒരു ആൻസർ പറയുമെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ഉണ്ടായില്ല. പക്ഷേ ബുധനാഴ്ചയാണ് എൻ്റെ എല്ലാ അതും നടന്നു കിട്ടിയത്. എനിക്കൊരു ബുധനാഴ്ചയാണ്. പിറ്റേ ദിവസമാണ് ഞാൻ അവരെ കണ്ടു. അവരെന്നോട് പറഞ്ഞു പിൻ നമ്പറിൻ്റെ കാര്യത്തിലുള്ള പ്രോസസ്സിങ് അജി സ്റ്റാർട്ട് ചെയ്തു, അജിന് എക്സാം എഴുതേണ്ട ആവശ്യമില്ല. ഞാനങ്ങനെ പിൻ നമ്പറിൻ്റെ കാര്യങ്ങൾ തുടങ്ങി. വീണ്ടും എൻ്റെ മെയ് മാസമായപ്പോൾ 2025 മെയ്യിൽ എൻ്റെ ആദ്യത്തെ ഉടമ്പടി തീർന്നു. 2ാം പ്രാവശ്യം ഞാൻ വീണ്ടും ഓൺലൈനിൽ ഉടമ്പടി എടുക്കാൻ നോക്കിയിട്ട് എനിക്ക് സാധിച്ചില്ല. എപ്പോഴും സൈറ്റിൽ ബ്ലോക്കാണ്, എനിക്കത് കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ സിസ്റ്ററോട് പറഞ്ഞു, അവിടെയുള്ള സിസ്റ്റർ എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ സിസ്റ്റർ വെറുതെ എന്നോട് പറഞ്ഞു ചിലപ്പോൾ അജിക്ക് നേരിട്ട് എടുക്കാനായിരിക്കും യോഗം, അതുകൊണ്ടായിരിക്കും അങ്ങനെ ഓൺലൈനിൽ കിട്ടാത്തതെന്ന്. അങ്ങനെ സിസ്റ്റർ ഒരു ദിവസം എനിക്ക് വാട്സപ്പിൽ അയച്ചു അച്ഛൻ ഓഗസ്റ്റിൽ UK വരുന്നുണ്ട്, ഓഗസ്റ്റ് 6, 7, 8 ദിവസങ്ങളിൽ അച്ഛൻ്റെ ധ്യാനം അവിടെ ഉണ്ടെന്ന്. ഞാൻ അതിൽ വേഗം തന്നെ അത് കയറി ബുക്ക് ചെയ്തു. അങ്ങനെ ആദ്യമായി ഞാൻ ഓൺലൈൻ ഡയറക്റ്റ് ഉടമ്പടി അവിടെ UK അച്ഛൻ അവിടെ വന്ന് അവിടെ നിന്ന് ഞാൻ എടുത്തു. അങ്ങനെ ഉടമ്പടി ഞാൻ പുതുക്കി. വീണ്ടും എൻ്റെ പിൻ നമ്പറിൻ്റെ അത് വീണ്ടും സ്ലോ ആണ്, എൻ്റെ പ്രോസസ്സിങ് മുന്നോട്ട് നീങ്ങുന്നില്ല. ഈ ഉടമ്പടി നമ്മൾ എടുത്തതിന് ശേഷമാണ് വീണ്ടും എൻ്റെ പ്രോസസ്സിങ് സ്പീഡപ്പ് ആയത്. എൻ്റെ ID ചെക്കിങ് എല്ലാം കംപ്ലീറ്റ് ആയി. ഞാൻ സാക്ഷ്യം എപ്പോഴും കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു BEd കഴിഞ്ഞ ഒരു പുള്ളിക്കാരി ഇവിടുന്ന് സാക്ഷ്യം പറഞ്ഞു ഈ ഓഗസ്റ്റ് 29 എന്ന ഡേറ്റ് കലണ്ടറിൽ ഇങ്ങനെ പൊന്തി നിൽക്കുമായിരുന്നു. അപ്പോൾ ഞാനും ആഗ്രഹിച്ചു ഓഗസ്റ്റ് 29 ഡേറ്റിനായിരിക്കും എനിക്ക് പിൻ നമ്പർ വരുന്നതെന്ന്. ഞാനത് വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ഓഗസ്റ്റ് 29 തന്നെ എനിക്ക് പിൻ നമ്പർ വന്നു എൻ്റെ മെയിലിൽ. അങ്ങനെ എനിക്ക് പിൻ നമ്പർ ലഭിച്ചു. ഞാൻ ആദ്യത്തെ എൻ്റെ ഉടമ്പടിയിൽ വെച്ച് 6 സാക്ഷ്യങ്ങൾ 5 സാക്ഷ്യം എനിക്ക് 5 ആഗ്രഹങ്ങളും എനിക്ക് സാധിച്ചു കിട്ടി. 2ാമത്തെ ഉടമ്പടിയിൽ വെച്ചതായിരുന്നു ഞാൻ എൻ്റെ ഒരു സ്ഥലത്തിൻ്റെ രജിസ്ട്രേഷൻ. എൻ്റെ വീടിൻ്റെ അവിടെ എൻ്റെ വീടൊരു ചെറിയ വീടായിരുന്നു. അപ്പോൾ എനിക്കത് ഒന്ന് പുതുക്കി വലുതാക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. ഞാനത് 2ാമത്തെ ഉടമ്പടിയിൽ വെച്ചു. പക്ഷേ എനിക്ക് അമ്മ മാതാവ് തന്നത് വേറൊരു സ്ഥലം വാങ്ങി വീട് പണിയാനാണ്. ഞങ്ങൾ സ്ഥലത്തിൻ്റെ രജിസ്ട്രേഷൻ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് കഴിഞ്ഞത്. അതിനുവേണ്ടിയാണ് ഞാൻ വന്നത്. സ്ഥലത്തിൻ്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞ് 12 സെൻറ്റ് സ്ഥലത്തോളം എനിക്ക് അമ്മ മാതാവ് തന്ന് അനുഗ്രഹിച്ചു. ഞാൻ ഈ സാക്ഷ്യം പറയൽ കുറച്ച് നീട്ടി വെച്ചാലൊന്ന് വിചാരിച്ചതാണ്, ഏപ്രിൽ വരാം എന്ന് കരുതി. പക്ഷേ ഞാൻ ആദ്യം പ്രാർത്ഥിച്ചപ്പോൾ ഫെബ്രുവരിയിൽ തന്നെ സാക്ഷ്യം പറയണമെന്ന് വിചാരിച്ചത്. പക്ഷേ
ഞാൻ വിചാരിച്ചു എൻ്റെ മക്കൾക്ക് അവധിയില്ല, എന്നാൽ പിന്നെ ഏപ്രിലേക്ക് മാറ്റി വയ്ക്കാം. പക്ഷേ അമ്മ മാതാവ് സമ്മതിച്ചില്ല. എൻ്റെ ഹെൽത്തിന് കുറച്ച് പ്രോബ്ലം ഉണ്ടായി, അതുകൊണ്ട് എനിക്ക് എമർജൻസിയായി നാട്ടിൽ വരേണ്ടി വന്നു. അങ്ങനെയാണ് ഞാനിപ്പോൾ സാക്ഷ്യം പറയാൻ അവിടെ നിൽക്കുന്നത്. ഇപ്പോൾ ഞാൻ ഹെൽത്തൊക്കെ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ എനിക്ക് ഇത്രയധികം അനുഗ്രഹം തന്ന എൻ്റെ അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരാൾ നന്ദി പറയുന്നു. എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എനിക്ക് ആദ്യമായി ഓൺലൈൻ ഉടമ്പടി എടുത്തപ്പോൾ എനിക്ക് കൃപാസന പത്രം കിട്ടിയില്ല. ഞാൻ അതിന് പകരമായിട്ട് അച്ഛൻ എപ്പോഴും പറയും, നമ്മൾ പ്രാർത്ഥിക്കുന്നത് 20% ഉള്ളൂ, ബാക്കി മുഴുവൻ നമ്മുടെ പ്രവൃത്തിയിലാണ്, പ്രേക്ഷിത പ്രവർത്തനമാണ്. പക്ഷേ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാൻ അവിടെ കുറേ ലിമിറ്റേഷൻ ഉണ്ട് UK-ൽ. ഞാൻ പക്ഷേ നമ്മൾ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ ഫുഡ് ഡൊണേറ്റ് ചെയ്യുന്ന അതിന് നമ്മൾ പൈസയുണ്ട്, അത് ചെയ്യാറുണ്ട്. പിന്നെ നാട്ടിൽ നിന്ന് അമ്മ വിളിക്കുമ്പോഴൊക്കെ അമ്മയോട് എന്തെങ്കിലുമൊക്കെ സഹായം ചോദിക്കുകയോ രോഗികളായി കിടക്കുന്നവർക്ക് കൊടുക്കാൻ പറയാറുണ്ട്. പക്ഷേ പ്രേക്ഷിത പത്രം എനിക്ക് കിട്ടാൻ ഒരു വഴിയില്ല. അങ്ങനെയാണ് എൻ്റെ മോൻ കാറ്റിസം പഠിക്കുന്ന അവിടെ നിന്ന് ഒരു ഇംഗ്ലീഷ് പത്രം എനിക്ക് കിട്ടി, കൃപാസന പത്രം കിട്ടി. ആ പത്രത്തിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് ഞാൻ എടുത്തു. എന്നിട്ട് ഞാനത് എല്ലാവർക്കും കൊടുത്തു, പള്ളിയിലും കൊടുത്തു. പള്ളിയിൽ നിന്ന് ഇംഗ്ലീഷുകാർക്കൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു. ഇങ്ങനെ കൃപാസനത്തെക്കുറിച്ചുള്ള കാര്യങ്ങളും കിട്ടിയ അനുഗ്രഹങ്ങളും പറഞ്ഞ് ഞാൻ അത് കൊടുത്തു. കൃപാസന ഇംഗ്ലീഷ് പത്രം ഞാൻ കൊടുത്തു, പ്രിൻ്റ് ഔട്ട് എടുത്തു കൊടുത്തു. അതുപോരാതെ ഞാൻ അമ്മയുടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഇംഗ്ലീഷിലുള്ളത് ഫോട്ടോ കോപ്പി ഓൺലൈനിൽ കയറിയെടുത്തു. അതുപോലെ കൃപാസന മാതാവിൻ്റെ ഫോട്ടോ ഉണ്ടായിരുന്നു ഓൺലൈനിൽ, അതും എടുത്ത് രണ്ടും കൂടെ ആക്കി ഞാനൊരു സൈഡിൽ കൃപാസന മാതാവിൻ്റെ ഇത് വെച്ച് ഞാൻ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് നടന്ന് എല്ലായിടത്തും കൊടുത്ത്. എൻ്റെ പിൻ നമ്പറിൻ്റെ കാര്യം പ്രോസസ്സിംഗ് ഡിലേ ആകുമ്പോഴൊക്കെ ഞാൻ ഇത് വീണ്ടും ഫോട്ടോ കോപ്പി എടുത്ത് ഞാനിങ്ങനെ ഓരോ സ്ഥലത്തോടെ ഇങ്ങനെ നടന്ന് ഞാൻ പ്രാർത്ഥിച്ച് കൊന്ത ചൊല്ലി. എൻ്റെ കയ്യിൽ എപ്പോഴും കൃപാസന മാതാവിൻ്റെ ഈ കൊന്ത എൻ്റെ കയ്യിലുണ്ട്. ഈ കൊന്തയും ചൊല്ലി ഞാൻ എന്നും പ്രാർത്ഥിച്ച് നടക്കുമായിരുന്നു. അങ്ങനെ ഈ ഫോട്ടോ കോപ്പി എടുത്ത് എൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഞാൻ അവിടെ കുറേ ഇംഗ്ലീഷുകാർക്ക് കൊടുത്തിട്ടുണ്ട്. കുറേ പേരൊക്കെ വാങ്ങിക്കും, കുറേ പേരൊക്കെ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഞാൻ ഈ രജിസ്ട്രേഷന് വേണ്ടി ഒരു ലോൺ അപ്ലൈ ചെയ്തിരുന്നു. ആ ലോണിന് എപ്പോഴും തടസ്സങ്ങളായിരുന്നു. ഞാൻ ലാസ്റ്റ് ഗോൾഡ് ഇത് വെച്ചിട്ടാണ് ഞാൻ സ്ഥലം രജിസ്ട്രേഷൻ എടുത്തത്. പക്ഷേ ലോൺ എന്നിട്ട് റെഡി ആവുന്നില്ല. എവിടെ പോയാലും ഞാൻ ഈ വെഞ്ചരിച്ച് ഉപ്പ് ഞാൻ ഇട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. എൻ്റെ എക്സാം ഹാളിലായാലും ഏത് ഓഫീസിൽ ചെന്നാലും ഞാൻ ഈ വെഞ്ചരിച്ച് ഉപ്പിട്ട് ഈ കൊന്ത ചൊല്ലി വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അതിൻ്റെ ഫലമായി ഇന്നലെ എനിക്ക് ലോൺ പാസ്സായി കിട്ടി. എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ഒരു ആദ്യമൊക്കെ തടസ്സങ്ങളുണ്ട് എങ്കിലും പക്ഷേ ഈ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഒരു തടസ്സവും കൂടാതെ എല്ലാ കാര്യങ്ങളും നടന്നു കിട്ടുമെന്ന് എനിക്ക് ഉറപ്പാണ്. വെഞ്ചരിച്ച വസ്തുക്കൾക്ക് അത്രയും വെഞ്ചരിച്ച ഉപ്പിന് വളരെ ശക്തിയുണ്ടെന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പിന്നെ എൻ്റെ ആത്മീയ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ, ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോയിരുന്നു, പക്ഷേ കുർബാനയ്ക്ക് കൂടിയിരുന്നില്ല. അതിന് അമ്മ മാതാവ് അയച്ചായിരിക്കാം എൻ്റെ ആ സിസ്റ്റർ വഴിയാണ് എന്നോട് പറഞ്ഞത്, ഞാൻ നൈറ്റ് ഡ്യൂട്ടി നീ നൈറ്റല്ലേ ചെയ്യും, നിനക്ക് അപ്പോൾ കുർബാനയ്ക്ക് നിന്നിട്ട് പോകാമല്ലോ. ഞാൻ അങ്ങനെ കുർബാന സ്റ്റാർട്ട് ചെയ്തു. എല്ലാ ദിവസവും പള്ളിയിൽ പോകാനും അച്ഛനെ കാണാനും അച്ഛനോട് പ്രാർത്ഥന സഹായങ്ങൾ പറയാനും അച്ഛന് കൃപാസനത്തെക്കുറിച്ചും എല്ലാം ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ആഴ്ച കൂടുമ്പോൾ മാക്സിമം 1 മാസം കൂടുമ്പോഴൊക്കെ കുമ്പസാരിക്കാനും സാധിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ആത്മീയമായി വളരാനും എനിക്ക് സാധിച്ചു. ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 5-ാം അധ്യായം 26-ാം തിരുവചനം. വിദൂരസ്ഥമായ ഒരു ജനതയ്ക്ക് അവിടുന്ന് ഒരു അടയാളം കാണിക്കും. ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് അവരെ ചൂളം വിളിച്ചു വരുത്തും. ഇതാ അതിവേഗം അവർ വരുന്നു. ആരും ക്ഷീണിച്ചിട്ടില്ല, ആരുടെയും കാലിടറുന്നില്ല. ഒരുവനും ഉറക്കം തൂങ്ങുകയോ ഉറങ്ങുകയോ ചെയ്യുന്നില്ല. ആരുടെയും അരക്കച്ച അയഞ്ഞു പോവുകയോ ചെരുപ്പിൻ്റെ വള്ളി പൊട്ടുകയോ ചെയ്യുന്നില്ല. പരിശുദ്ധ ദേവമാതാവിൻ്റെ പ്രത്യക്ഷീകരണ ഈ ആലയത്തിൽ വന്ന് അജി സനീഷ് വലിയ ഒരു പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് ഏറ്റുപറയുന്നത്. തികച്ചും നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന അടിസ്ഥാനത്തിൽ ലഭിച്ചിട്ടുള്ള വലിയ വലിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാനാണ് ഇന്ന് അജി ഈ അൾത്താരയിലേക്ക് കയറി വന്നിരിക്കുന്നത്. വലിയ ജീവിതഭാരങ്ങളെല്ലാം ലഘൂകരിച്ചു കൊടുത്ത പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോ ഇവരുടെ കുടുംബത്തെ അനുഗ്രഹിച്ച ഒരു വലിയ സാക്ഷ്യമാണ്. അജി പറയുന്നത്, ഞാൻ 6 നിയോഗങ്ങൾ എഴുതി, എൻ്റെ 5 നിയോഗങ്ങളും സാധിച്ചു. ഓരോ പ്രാവശ്യവും തടസ്സങ്ങളുണ്ടായപ്പോഴെല്ലാം ഈശോയോട് ചോദിക്കുകയായിരുന്നു, എനിക്കെന്താണ് കുറവ്. അങ്ങനെ ഓരോ തവണയും ആ കുറവുകൾ ദൂരീകരിച്ചുകൊണ്ടാണ് ഈ മകൾ മുന്നോട്ട് കയറിയത്.
പിൻ നമ്പർ കിട്ടുവാൻ ഒരു കെയർ ടേക്കറായി അവിടെ പോയ മകൾക്ക് ഇന്ന് UK-യിൽ രജിസ്റ്റേർഡ് നഴ്സിനുള്ള പിൻ നമ്പർ ലഭിച്ച്, അതുപോലെ തന്നെ ഒരു നല്ല ഭവനം വാങ്ങാനുള്ള ഭവനത്തിൻ്റെ വേണ്ടിയുള്ള സ്ഥലവും അതിൻ്റെ രജിസ്ട്രേഷൻ എല്ലാം കഴിഞ്ഞ് വളരെ സമാധാനത്തോടു കൂടിയാണ് ഈ മകൾ തിരിച്ചു പോകാൻ ഒരുങ്ങുന്നത്. മകൾ എപ്പോഴും മെറിറ്റിൽ ആശ്രയിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. എൻ്റെ കഴിവുകൊണ്ട്, എൻ്റെ പഠനം കൊണ്ട്, എൻ്റെ ക്വാളിഫിക്കേഷൻ കൊണ്ട് എനിക്കെല്ലാം നേടിയെടുക്കാമെന്ന് വിചാരിച്ച് പരീക്ഷകൾ അറ്റംപ്റ്റ് ചെയ്തിരുന്ന ഈ മകൾക്ക് മനസ്സിലായി, കൃപയില്ലെങ്കിൽ മെറിറ്റിന് ഉപകാരമില്ല, ഞാനൊരു ബിഗ് സീറോ ആണ്, ഈശോയുടെ മുന്നിൽ എനിക്ക് കൃപ ആവശ്യമാണ് എന്നുള്ള പരിശുദ്ധാത്മാവിൻ്റെ വലിയ വെളിപ്പെടുത്തൽ ഉടമ്പടി ജീവിതത്തിലൂടെയാണ് ഈ മകൾക്ക് മനസ്സിലായത്. അതുപോലെ തന്നെ ഓരോ പ്രാവശ്യവും തോൽക്കുമ്പോഴും ആ വിജിലേറ്റേഴ്സിനോട് ചെന്ന് സംസാരിക്കാനുള്ള ഒരു വലിയ ധൈര്യം, അത് പരിശുദ്ധാത്മാവിൻ്റെ കൃപയാണ്. ഓരോന്ന് മനസ്സിലായി കഴിയുമ്പോൾ അതിനെക്കുറിച്ചുള്ള സംശയ ദൂരീകരണത്തിനുള്ള ഒരു ആത്മധൈര്യം എന്ന് പറയുന്നത് നമുക്ക് പരിശുദ്ധാത്മാവ് നൽകുന്നതാണ്. പരിശുദ്ധ അമ്മ തന്നെയാണ് നമുക്ക് വേണ്ടി മുൻപേ പോയി നമ്മുടെ എല്ലാ ഓടാമ്പലുകൾ തകർക്കുന്നതും നമുക്ക് പ്രവേശിക്കാനുള്ള ഒരു വലിയ അവസരം അമ്മ നമുക്ക് ഒരുക്കി നമുക്ക് വേണ്ടി മധ്യസ്ഥം അപേക്ഷിക്കുന്നത്. എല്ലാ ടെസ്റ്റും കഴിഞ്ഞിട്ടും മകൾക്ക് ഈ പിൻ നമ്പർ കയ്യിൽ കിട്ടാതെ ഇരുന്നപ്പോഴാണ് ഒരു വലിയ ഓർമ്മപ്പെടുത്തൽ, നിനക്കൊരു കുറവുണ്ട്, ആ കുറവുകൾ ഒരു ആസ്തിയുടെ കുറവാണെന്ന് ഈ മകൾക്ക് മനസ്സിലായി. ഈശോയോടുള്ള ഒരു വലിയ പ്രോമിസാണ്, ഇനി ഞാൻ ഒരിക്കലും ദിവ്യബലി മുടക്കുകയില്ല. ഒരുപാട് മക്കളാണ് ഇപ്പോൾ ഈ അൽത്താരയിൽ വന്ന് ഞാൻ ദിവ്യബലി ഒരിക്കലും മുടക്കില്ല, എൻ്റെ 2 ആഴ്ചയിലുള്ള ഒരിക്കലുള്ള എൻ്റെ കുമ്പസാരം ഞാൻ ഒരിക്കലും മുടക്കുകയില്ല, അത് ഞാൻ എൻ്റെ ഈശോയോടുള്ള ഒരു വലിയ പ്രോമിസായി പല മക്കളും ഇവിടെ ഒന്ന് സാക്ഷ്യം പറയുന്നുണ്ട്. അങ്ങനെ ആ ആസ്തി, നമ്മുടെ സ്പിരിച്വൽ ആധ്യാത്മിക ആസ്തി വളർന്നപ്പോഴാണ്, ഈശോയോടുള്ള ആ ഒരു സ്നേഹം ബന്ധപ്പെടൽ ആഴപ്പെട്ടപ്പോഴാണ് പരിശുദ്ധ അമ്മയ്ക്ക് നമുക്ക് വേണ്ടിയുള്ള ഒരു ഗ്രീൻ സിഗ്നൽ കൊടുക്കാൻ അജിയുടെ എല്ലാ റിപ്പോർട്ടും റെഡിയായപ്പോഴാണ് മകളുടെ എല്ലാ കാര്യങ്ങളും വളരെ പെട്ടെന്നായത്. പരിശുദ്ധ അമ്മ വളരെ വേഗത്തിലാണ്, കാറ്റിൻ്റെ വേഗതയിലാണ് അമ്മ സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് ഉടമ്പടിയെടുത്ത മക്കൾക്ക് ഒട്ടും തന്നെ ഭയപ്പെടേണ്ടതില്ല. എത്ര വലിയ ജീവിത പ്രശ്നങ്ങളായാലും പരിശുദ്ധ അമ്മ നമ്മൾ തോൽക്കുമെന്നുറപ്പുള്ള കാര്യങ്ങൾ പോലും പരിശുദ്ധ അമ്മയാണ് നമുക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കുന്നത്. അജി സനീഷിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ എല്ലാ ജീവിത ഭാരങ്ങളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ല ഒരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം.